हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवन प्रेशन की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. മോട്ടി ബിജു പ്രഭുവിനോട് കൂട്ടില്ല. നാളെ അദ്ദേഹം ഗുരുവായൂർക്ക് പോവാണ്, നമ്മുടെ ബിജി പ്രഭു. അതുകൊണ്ടാട്ടോ. ഓമനക്കുട്ട, ഷീബാമേ, ഉഷാമേ, നിശാമിത്രൻ, ശ്രീകുമാരി മാതാജി. നാളെ ബിജി പ്രഭു നാട്ടിലേക്ക് വരികയാണ്. ഗിരിജ മാതാജി, കുറേ നാളുകളായിട്ട് ഇങ്ങനെ ബിജി പ്രഭു മെസ്സേജ് അയക്കും, മാതാജി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ, എനിക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല, എൻ്റെ ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു, എനിക്ക് കിട്ടുന്നില്ല. തങ്കമണി അമ്മ, ബിന്ദു തമ്പി മാതാജി, മനോജ് പരമേശ്വരൻ പ്രഭു, ബാലകൃഷ്ണൻ പുലിയക്കര പ്രഭു, ലാലിജി മാതാജി. മഞ്ഞ എൻ്റെ ഫേവറേറ്റ് കളറാണ്. മഞ്ഞ, ലെമൺ ഗ്രീൻ, ബേബി പിങ്ക്, ചില്ലി റെഡ്, ഈ 4 കളേഴ്സാണ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. പിന്നെ ബ്ലൂ. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ വിബ്ജിയോറായി അല്ലേ. അപ്പം അങ്ങനെ. മണികണ്ഠൻ പ്രഭു, സുഖമായിരിക്കുന്നു. എന്താ ദിവ്യ മാതാജി, സുഖമായി നാട്ടിലെത്തിയോ? കോട്ടയത്ത് എത്തിയോ സുഖമായിട്ട്? അങ്ങനെ ചെന്നൈയിൽ നിന്ന് കോട്ടയത്ത് എത്തിയപ്പം യാത്രയൊക്കെ സുഖമായിരുന്നോ ദിവ്യ മാതാജിക്ക്? രാമൻകുട്ടി പ്രഭു, ബിന്ദു മാതാജി, ഉഷ മാതാജി, ജയന്തി ശ്രീനിവാസൻ മാതാജി. എൻ്റെയും മഞ്ഞയാണ് സത്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ. ചന്ദ്രികാമ്മ, അമർ, ഗിരിജ. ഓ, നീ വലിയ ആള്, നമ്മൾ പാവങ്ങൾ. എൻ്റെ പൊന്ന് വിഷ്ണുവേ, മാരാരെ, നീ വലിയ സംഭവം. ദിവ്യ പോയോ എന്ന് ചോദിച്ചാൽ, ദിവ്യ മാതാജിയൊക്കെ ഇപ്പൊ വലിയ വലിയ ആൾക്കാരായില്ലേ, നമ്മളെ പോലെയാ മാതാജി. വൃന്ദ മാതാജി, കുറേ നാളായി ലൈവിൽ കണ്ട്, ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു. ലേഖ സുന്ദർ മാതാജി, അജില സുനിൽ മാതാജി, പ്രസന്ന മാതാജി. ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പേരൊക്കെ വിളിക്കണ്ടേ. രജനി മാതാജി, ദീപ്തി കിഷോർ മാതാജി. മഹിളാമണി മാതാജിയുടെ കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് മുമ്പേ പറഞ്ഞിട്ടാണ് ക്ലാസ്സിൽ വന്നിരുന്നത്. ഗിരിജ മാതാജി, ശാലിനി മാതാജി, ശോഭന ബാബു മാതാജി, ജിഷ ബിജുകുമാർ മാതാജി. നിങ്ങളൊക്കെ ലൈവിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബിന്ദു സുരേഷ് മാതാജി, പ്രിയ മാതാജി, എല്ലാവരെയും ലൈവിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പോയില്ല, ഇവിടെ ഉണ്ടെന്നേ. അവിടെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. കുത്തിയോട്ടം കാണാൻ വന്നിരിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ സ്റ്റേജിൽ, നല്ല രസമല്ലേ, സൂപ്പർ. നമ്മൾ അന്ന് പോയപ്പോൾ കണ്ടിരുന്നല്ലേ കുത്തിയോട്ടം, കുറേ പേരിങ്ങനെ നിന്നിട്ട്. നല്ലൊരു കലാരൂപമാണ്, നല്ല രസമാണ്. നിങ്ങൾ വലിയ ആളുമാരെ, നമ്മളെ പാവങ്ങൾ, നമ്മളൊക്കെ എന്തൂട്ട്. ഓമനക്കുട്ട, വേറെ ആരാളെ? മോഹൻകുമാർ പ്രഭു, നന്ദിനി മാതാജി, ഷീബാമ, രമ്യ രാജീവ് മാതാജി, ശോഭന ബാബു മാതാജി. ഇന്ന് ആദ്യമായിരുന്നു എന്നെ പേര് വിളിച്ചത്, സന്തോഷമായി. അജിൽ സുനിൽ, വിജി ശെൽവരാജ് മാതാജി, ത്രിവേണിയമ്മ. ത്രിവേണിയമ്മ തന്ന മരുന്നിലാണ് ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത്. ഉണ്ണികൃഷ്ണ, ഐശ്വര്യ യു കുമാർ, ബിന്ദു സുരേഷ്. കഴിഞ്ഞു, എല്ലാവരും വന്നു കഴിഞ്ഞു. ജയപ്രകാശ് നെക്കര പ്രഭു, ജയശ്രീ മാതാജി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗിരിജ ബേബി കുമാർ, എല്ലാവരും വന്നു. ശ്രീകുമാരി മാതാജി, അമറിനെ ഞാൻ വിളിക്കാം കേട്ടോ. സൗമ്യ, ഷിജു, കുമാർ പ്രഭു. പലരും മെയിലിന്റെ പേരിൽ നിന്ന് ലേഡീസ് കയറും, ലേഡീസിന്റെ പേരിൽ നിന്ന് മെയിൽ കയറും, അറിയില്ല. അപ്പൊ ഇതിൽ കാണുന്ന പേരാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. സരിത സന്തോഷ്, ബാബു നങ്ങീലി,
ഷൈനി സ്വാമിദാസ്, എനിക്കറിയാം. രമണൻ പ്രഭു, അന്വേഷിക്കായിരുന്നു ഞാനിങ്ങനെ കണ്ണുകൊണ്ട് എവിടെ പോയി എന്ന്. സുഭാഷ് കെ പിള്ള പ്രഭു കഴിഞ്ഞു വന്നു. സന്തോഷ് VIV, ഓക്കെ. ഷാജി ഷായ്മോൾ, ഹായ് മാതാജി. രാധാകൃഷ്ണൻ ചെട്ടിയാർ, ഹായ് നമസ്തേ. പിന്നെ എൻ്റെയും പേര് ഫസ്റ്റ് ടൈമാണ് വിളിക്കുന്നത്, ഐശ്വര്യ. പിന്നെ അതിങ്ങനെ ക്ലാസ് എടുത്ത് പോകുമ്പോൾ വിളിക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ട്. ശ്രീകാന്ത് KR, മഹേഷ് പുറ്റ, നിഷ മനോജ്, ഹായ്. രാജേശ്വരി സുരേഷ് കുമാർ, ദേവദാസ് പ്രഭു, നമ്മുടെ ക്ലാസ്സുകൾക്ക് പേര് വെച്ച ആള്. രാജലക്ഷ്മി മാതാജി, സുമ സുരേഷ് മാതാജി, വസന്ത പ്രകാശ് മാതാജി, സൂപ്പർ. രമ്യ രാജീവ് മാതാജിയുടെ മോനെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. മഹേഷ് പ്രഭു, വിഷ്ണു ശശികല, 91 പേരായില്ലേ വൃന്ദ മാതാജി. രാജീവ് B പ്രഭു, ശിവേഷ് KR, ഞാനുമുണ്ട്. പിന്നെ വിജയൻ പിള്ളை, ജയ് ശ്രീ രാധേ രാധേ. വസന്ത പ്രകാശ് മാതാജി, പിന്നെ 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 100 പേരായി. സിനി അനിൽകുമാർ, പിന്നെ എല്ലാരും വന്നോ? ക്ലാസ് തുടങ്ങാം. ആഹാ, മഹിളാമണി മാതാജിക്ക് എന്റെയും ഗുരുവായൂർ മഞ്ചേരീസിന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഓക്കെ, മഹിളാമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറയണം കേട്ടോ, വിശന്നൊന്നും ഇരിക്കരുത്, അതെനിക്കിഷ്ടല്ല. ഉണ്ണികൃഷ്ണ പ്രഭു, ഷൈജു പെരിന്തൽമണ്ണ, നമസ്കാരം രമണൻ പ്രഭു. ഗിരിജ ബേബി മുകുമാർ മാതാജി, പുഷ്പ P മാതാജി. പിന്നെ നിങ്ങൾക്കെല്ലാം ഞാനൊരു ബിഗ് 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 സർപ്രൈസ് റെഡിയാക്കിയിട്ടുണ്ട്. വസന്തി ശങ്കർ, ഞാനുമുണ്ട്. യെസ്, സൂപ്പർ. ചന്ദ്രികാമ്മ, ഞങ്ങളും പോകുന്നു 13-ാം തീയതി, 13, 14, 15 ഞങ്ങളും പോകുന്നു. എവിടെ? തിരുപ്പതിക്ക്. മിനി ശിവരാജൻ മാതാജി, സൗമ്യ ഷിജു മാതാജി, ശാലിനി മാതാജി, എനിക്ക് ഓർമ്മയുണ്ട്. ശ്യാമ മാതാജി. പിന്നെ ഇനി ആരെങ്കിലും? SOUMYA, സൗമ്യ എന്നാണോ? ആണ്, അല്ല. ഷിബി P, യാ ഫൈൻ. സാബു പ്രഭു, ഞാൻ നോക്കില്ലടാ മെസ്സേജ്. ശ്രീകാന്ത് പ്രഭു, ഇല്ല, ഇവിടെ മഴ കുറവാണ്, മഴയില്ല. ഞാൻ ചെന്നൈയിൽ, എൻ്റെ സ്ഥലം കോഴിക്കോട്. രമണൻ പ്രഭു, ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. എൻ്റെയും ഗുരുവായൂർ മഞ്ചേരീസിൻ്റെയും 1000 പിറന്നാൾ ആശംസകൾ രമണൻ പ്രഭുവിന്. സോറി ടു ബി ലേറ്റ്, അറിഞ്ഞില്ല. എന്താണാവോ സർപ്രൈസ്? അത് പറഞ്ഞാൽ പിന്നെ സർപ്രൈസ് പോയില്ലടോ. നിങ്ങൾ എന്ത് മനുഷ്യനാണ് മനുഷ്യ. പിറന്നാൾ ആശംസകൾ എൻ്റെയും അനിയൻ്റെയും ബാബു പ്രഭുവിൻ്റെ അനിയന് വേണ്ടിയിട്ടും പിറന്നാൾ ആശംസകൾ. ജലജ സലീം മാതാജി. അപ്പൊ കഴിഞ്ഞില്ലേ? തുടങ്ങാം. എല്ലാവരുടെ പേരും വിളിച്ചില്ലേ ഞാൻ ഇന്ന്? അതന്നെ ജിഷ മാതാജി, നിങ്ങൾ എന്ത് മനുഷ്യനാണ് മനുഷ്യ. നിങ്ങൾ മനുഷ്യനല്ല കേട്ടോ. നിങ്ങൾ ശരിയാവൂല. സർപ്രൈസ് എന്നെ കൊണ്ട് പറയിക്കാനല്ലേ, ഞാൻ പറയില്ലെന്ന്. അനന്തു N കൃഷ്ണ അമ്മ, പ്രീത മാതാജി, സുരേഷ് കുമാർ പ്രഭു, ഹായ്. രാധേശ്യാം, ദീപ മാതാജി. ഇനി ആൾക്കാർ വന്നുകൊണ്ടിരുന്നാൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. തങ്കമണിയമ്മ, ശ്രീകുമാരി, ഉണ്ണികൃഷ്ണൻ മാതാജി. അപ്പൊ ക്ലാസ് തുടങ്ങാം. രമണി M പിള്ളൈ, നീ പോടാ, നിന്റെ മെസ്സേജ് ഞാൻ നോക്കൂല. നീ എന്തൊക്കെ പറഞ്ഞാലേ നോക്കുക. എനിക്കറിയാം നീ എന്നെ ചീത്ത പറയാൻ വേണ്ടി വിളിക്കാന്ന്. നോക്കില്ല, നോക്കിക്കോ. നാരായണൻ കുട്ടി പ്രഭു, മണികണ്ഠൻ പ്രഭു, ശ്രീകല മാതാജി, ഞാനും ഉണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ശ്രീ മഹാഭാരതത്തില് ശാന്തിപർവം എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മഹേന്ദ്രൻ പ്രഭു, പ്രസന്ന
എം പ്രസാദ്. എന്നെ ആ വഴക്ക് പറയുന്ന പറയുമ്പം സപ്പോർട്ട് ചെയ്യുന്നല്ലേ ജിഷ മാതാജി. ശ്രീകാന്ത് പ്രഭുവിന് എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിനെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ മാസം പിറന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞ, ആഘോഷിക്കാനിരിക്കുന്ന, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ. ഓക്കെ, വിവാഹ വാർഷിക ദിനാശംസകൾ. എല്ലാവർക്കും നന്മ വരട്ടെ. അവൻ എന്തേലൊക്കെ പറയും, ഞാൻ മെസ്സേജ് നോക്കിയില്ല, അതാക്കില്ല. നമ്മുടെ മക്കളല്ലേ. എൻ്റെ സഞ്ജൂട്ടനും അവനും തമ്മിൽ ഏകദേശം ഒരു 2 ഇയേഴ്സിന് ഡിഫറൻസേ ഉള്ളൂ. അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും കുറുമ്പും അവൻ കാണിക്കട്ടെ. പിന്നെ നാളെ നമ്മുടെ നരസിംഹ ഭഗവാൻ അവതരിച്ച ദിവസമാണ്, അറിയാലോ അല്ലേ? അപ്പോൾ രാവിലെ 6:30 മുതൽ ഈവനിങ് 6:30 വരേക്കും എല്ലാവരും നിർജ്ജലമായിരിക്കണം. സാധിക്കാത്തവര് ഈ മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ വെള്ളം കുടിച്ചോളൂ, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു ദിവസത്തേക്ക് നമുക്കൊന്ന്, നമസ്തേ സതീശൻ പ്രഭു, നമസ്തേ. അപ്പൊ എല്ലാവരും ഒന്ന് വ്രതം എടുക്കുക. ഓക്കെ, നാളത്തെ ദിവസം പലരും എന്നോട് പറഞ്ഞു ക്ലാസിന്റെ ഡേറ്റ് ഒന്ന് പറയാൻ. ക്ലാസ്സില് ഇന്ന് 21 മെയ്യിലെ ക്ലാസ്സാണിത്. രാത്രിയിൽ 8:30 മണിക്ക് നടക്കുന്നത്. ഞങ്ങളുടെ കൃത്യനിഷ്ഠ കാരണം 8:30 എന്നുള്ളത് 8:45 ക്ഷമിക്കണം. അപ്പോൾ മെയ് 21 തീയതി നടക്കുന്ന ക്ലാസ്സാണ് ഗുരുവായൂർ മഞ്ജരീസ് ഫേസ്ബുക്ക് പേജിലൂടെ. മെയ് 22 തീയതി നാളത്തെ ദിവസം നരസിംഹ ജയന്തിയാണ്. നരസിംഹ ഭഗവാൻ അവതരിച്ച ദിവസമാണ്. അസുഖമൊക്കെ മാറി മാതാജി, എന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കും നമ്മുടെ ഈ റെസ്റ്റ് ഇല്ലാത്ത ഓട്ടം അല്ലേ. എനിക്ക് ആർത്രൈറ്റീസിൻ്റെ ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ വാദം എന്ന് പറയില്ലേ, അതിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ജോയിൻറ്റ്സ് പെയിന്, ഈ വിരലൊക്കെ മടക്കാനുള്ള പെയിൻസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. സാരല്ലേ, ഒക്കെ പോകുന്നേ. അതും ഈ ത്രോട്ട് പെയിന്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ വരും, അതൊക്കെ പോവും. അതിലൊന്നും വലിയ കാര്യം, നമ്മൾ അതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, അതിനൊക്കെ നേരം കാണും. നമ്മളൊരാൾ ഇവിടെ ഇങ്ങനെ വയ്യാന്നും പറഞ്ഞ് ഒരു സൈഡായി കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ആവും, ഒത്തിരി കാര്യങ്ങൾ പെൻഡിങ് ആവും. അപ്പം അതൊന്നും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല, ഒട്ടും വൈകി പോയി കിടക്കും. ശ്രീകണ്ഠൻ പ്രഭു, ഹരേ കൃഷ്ണ. പിന്നെ നമ്മുടെ എന്താ പറയുക, നാളത്തെ ദിവസം വളരെയധികം ഉറപ്പായിട്ടും ക്ഷമ മാതാജി, നാളത്തെ ദിവസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നരസിംഹ ജയന്തിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് അല്ലേ. നമുക്ക് വ്യക്തികൾ ഒരിക്കലും ശത്രുക്കളല്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. വ്യക്തികൾ നമുക്ക് ശത്രുക്കളല്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അനാവശ്യങ്ങൾ ഒരിക്കലിൻ്റെ ആവശ്യമൊന്നുമില്ല മാതാജി. മാങ്ങയൊക്കെ തീർന്നു വരുന്നുണ്ട്, മിണ്ടണ്ട. ഞങ്ങളൊന്നും അറിഞ്ഞില്ല അല്ല അമ്മേ, എൻ്റെ അമ്മേ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അതെ, ഞങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാനും എൻ്റെ അമ്മയും ഇവിടെ അങ്ങനെ രാവിലെ ഉറങ്ങി എണീറ്റ് ഒരു കാപ്പി ആയിട്ടൊക്കെ വന്നിരുന്ന് അതെ, ഞങ്ങൾ ഇച്ചിരി കഥയൊക്കെ പറഞ്ഞ് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയ്ക്കും സമയം കൊടുക്കാറുണ്ടല്ലോ അമ്മേ. അമ്മയോടെ കൂടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അമ്മയുടെ കൂടെ എല്ലാം മാറ്റി വെച്ച് വിശേഷങ്ങൾ പറഞ്ഞ് രാവിലെയും വൈകിട്ടും. അത് നിർബന്ധ. അമ്മ വന്നേ പിന്നെ അത് നമ്മൾ അങ്ങനെയാണ്. വീട്ടിലുള്ള മുതിർന്നവർക്ക് നമ്മൾ സമയം കൊടുക്കണം, അവരെ കേൾക്കണം. അമ്മയ്ക്ക് ഒരു മണിക്കൂർ രാവിലെ, 1 മണിക്കൂർ വൈകിട്ട് അമ്മയ്ക്ക് വേണ്ടി കഥ പറയാൻ ഞാൻ കൊടുക്കും. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കും. ലൈവ് താമസിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ മാങ്ങ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ അമ്മേ, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അറിയില്ല, ഞാനും അറിയില്ല, അമ്മ അറിയില്ല അല്ല അമ്മേ. അതെ, ഞങ്ങൾക്ക് മാവുമില്ല, മാങ്ങയില്ല. പക്ഷെ ഞങ്ങൾക്ക് മാങ്ങാക്കറി ഉണ്ട്, മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, മാങ്ങാ ചമ്മന്തി ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ മാവും മാങ്ങയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. ഞങ്ങളെ പറയരുതേ, ഞാനും എൻ്റെ അമ്മയും ഡീസൻ്റാ. അതെ, അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ, നമ്മ സുഖമായിരിക്കുന്നു. അമ്മയെ ഒന്ന് കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൊണ്ടുപോകണം. അത് ഞാൻ ഈ ജൂൺ മാസം തന്നെ 2 ദിവസമായി ഞാൻ ഡോക്ടറെ ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. അമ്മയുടെ ഷോൾഡറൊക്കെ ഒന്ന് ഇങ്ങനെ മെലിഞ്ഞ് വരുന്നുണ്ട്, ലിവർ കംപ്ലൈൻറ്റ് ഉണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ അമ്മയും കൂട്ടി ജൂണിൽ ഒന്ന് അവിടെ വരെ പോവാണ്. അമ്മയെ നമ്മൾ നോക്കാതെ ആര് നോക്കും? അമ്മയ്ക്ക് ഭർത്താവില്ല, പിന്നെ ദിവ്യ മാത്രമേ ഉള്ളൂ. മൂത്ത മോള് മരിച്ചുപോയി, ആൺമക്കളില്ല.
അപ്പം ഇതും എൻ്റെ അമ്മ തന്നെ, സഹോദരങ്ങളും ഇല്ല. അപ്പം ഈ അമ്മയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ അമ്മയെ ഞാൻ കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു അമ്മ സമാധാനമായിട്ടിരിക്കൂ. അപ്പം അമ്മ സമാധാനമായിട്ടിരിക്കുക. അമ്മയെ ഞാൻ ജൂണിൽ കൊണ്ടുവന്ന 2-3 ദിവസമായി നോക്കുന്നു. അമ്മയോട് ഞാൻ രാവിലെ തന്നെ ചോദിക്കും അമ്മയ്ക്ക് എന്താ ഇഷ്ടമുള്ളത് എന്നല്ല അമ്മേ, അമ്മയ്ക്ക് എന്താ ഇഷ്ടമുള്ളത് അത് അമ്മ ഉണ്ടാക്കൂ എന്ന് പറയും. അങ്ങനെയല്ല അമ്മേ? അമ്മ എന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും. അമ്മയ്ക്ക് നമസ്കാരം. അമ്മയും കിച്ചൂട്ടനുമായിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കലും പ്രസാദം വെക്കലും ഹാരമണിയലും കിച്ചൂട്ടൻ, അതെ, കിച്ചൂട്ടൻ്റെ അടുത്ത് പരാതിയും പരിഭവവും പറയലും അതൊക്കെയാണ് അമ്മയുടെ ജോലി. അമ്മ നല്ല തീയലും അവിയലും. അമ്മ ഇങ്ങനെ ചേച്ചി അമ്മയെ കണ്ടതിൽ വളരെ സന്തോഷം. എൻ്റെ അമ്മയാണോന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയാണ്. പക്ഷെ എന്നെ പ്രസവിച്ച അമ്മയല്ല, ദിവ്യയെ പ്രസവിച്ച അമ്മയാണ്. അപ്പൊ എൻ്റെ അമ്മ തന്നെയാണ്. അപ്പൊ അമ്മ നല്ല തീയലൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ വണ്ണം കൂടി വരുന്നുണ്ട്. കുഴപ്പമില്ല, സാരമില്ല, തിന്നാം. അപ്പോൾ അതെ, 2 മാങ്ങയുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെയൊക്കെ ഉണ്ട്, ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, കൊലയോടെ ഉണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഒന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ടൊന്ന് കയറും അല്ലമ്മേ? ആ, സമയം പോലെ ഒന്ന് കയറണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് നാളത്തെ ദിവസം വീടിൻ്റെ വിളക്ക് എൻ്റെയും അമ്മ. യെസ്, കറക്റ്റാണ്. അമ്മ രാവിലെ തിരുപ്പതി കരാവലംബ സ്തോത്രം അതൊക്കെ സന്ധ്യയ്ക്ക് അമ്മ ജപിക്കും. പുറത്ത് തൂക്കുവിളക്കിൽ വിളക്ക് വെക്കും. ഭഗവാന്റെ അടുത്ത് വിഷ്ണു ഭുജംഗം ചൊല്ലും. ഒരു ഐശ്വര്യമാണ് അമ്മ ഉണ്ടാവുമ്പം. അതെ, ഒരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്, ഒരു രക്ഷയില്ല. ആ ഒരു വിളക്ക്, ആ ഒരു ഐശ്വര്യം, ഗംഭീര പ്രശംസ. അമ്മയുടെ ചിരി എത്ര നിഷ്കളങ്കമാണ്, പാവാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ബ്രാഹ്മണാണ് അമ്മ, അതിൻ്റെ ഒരു ഐശ്വര്യം വേറെയുണ്ട്. അമ്മേ 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 അമ്മേന്നൊരു 3-4 പ്രാവശ്യം വിളിച്ചു. എനിക്ക് മാത്രമല്ല, ഇവിടെ എൻ്റെ ഫ്രണ്ട്സിനും തൊട്ടപ്പുറത്തെ വീട്ടുകാർക്കും ഒക്കെ. വൈകിട്ടാകുമ്പോൾ അമ്മ ഒന്ന് ഈവനിങ് വാക്കിങ്ങിന് പോവും. അമ്മയോട് ഞാൻ പറയാം അമ്മ ഒന്ന് പോയിട്ട് വരൂ, നടക്കാൻ പോയിട്ട് വരൂ എന്ന്. അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും ഇച്ചിരി കപ്പ, അല്ലെങ്കിൽ ഇച്ചിരി മധുരക്കിഴങ്ങ്, പിന്നെ അമ്മയുടെ ഇഷ്ടമുള്ളത് മാമ്പഴം, പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ, വേറൊന്നും ഇഷ്ടമില്ല, പ്രത്യേകമൊന്നുമില്ല. അപ്പം ഞാൻ പുറത്തു വരുമ്പോൾ അമ്മയ്ക്ക് അത് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. വേറെ അമ്മയുടെ ഇഷ്ടത്തിനാണ് ഇവിടെ ഫുഡ്. രാവിലെ ഞാൻ ചോദിക്കാം അമ്മയ്ക്ക് ഇന്ന് എന്താ വേണ്ടേ, ബ്രേക്ക്ഫാസ്റ്റ് അമ്മയ്ക്ക് എന്താ ഇഷ്ടമുള്ളത്, അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കറി എന്താ ഇഷ്ടമുള്ളത്, രാത്രിക്ക് അത്താഴത്തിന് അമ്മയ്ക്ക് എന്താ വേണ്ടേ. അപ്പം അമ്മ പറയും അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ അമ്മയോട് ഉണ്ടാക്കാൻ പറയും. എല്ലാം ഞങ്ങൾ ഒരുക്കി കൊടുക്കും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കും. കാരണം അമ്മയുടെ കൈയിൻ്റെ രുചി കൊണ്ട് കഴിക്കുക എന്ന് പറയുന്നതിനേക്കാളും സ്വാദും പുണ്യവും വേറെ ഒന്നുമില്ല. അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അമ്മയെ എൻ്റെ മകൾക്ക് വേണ്ടി ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും കിട്ടും, വൈകില്ല, കിച്ചൂട്ടൻ നൽകും, ധൈര്യമായിട്ടിരിക്കും. അപ്പം അങ്ങനെയൊക്കെ. ഈ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. ഞാൻ അമ്മയും കൊണ്ടൊന്ന് കറങ്ങാൻ പോവാം. അമ്മയ്ക്ക് കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് കാഞ്ചീപുരം ക്ഷേത്രത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി. അമ്മ ഒരു ഹായ് പറഞ്ഞിരുന്നു രമണൻ പ്രഭു. ഹായ്, ഒരു ഹായ് പറയാൻ. അമ്മ ഹാപ്പി. അങ്ങനെയൊക്കെ പോണു. അപ്പോൾ നാളെ നരസിംഹ ജയന്തിയാണ്. കഴിയുന്ന എല്ലാവരും ഉപവാസം അനുഷ്ഠിക്കുക. കാരണം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ശത്രു ഇരിക്കുന്നത്. അല്ലാതെ നമ്മുടെ കുടുംബങ്ങളോ നമ്മുടെ കൂടെ മിത്രങ്ങളായി നിന്നവരോ ആരുമല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ശത്രു. മനസ്സിലായില്ലേ? അപ്പം അതെല്ലാം ഒന്ന് കുറയ്ക്കാനും നമ്മളാകുന്ന വ്യക്തികളെ കുറച്ചും കൂടെ ആത്മീയമായി ഉയർത്താനും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങളാണ് ഏകാദശി പോലെയുള്ള ദിവസങ്ങൾ. അതുപോലെ തന്നെ ലജൂസലി ഏകാദശി പോലെയുള്ള ദിവസങ്ങൾ. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ നരസിംഹ ജയന്തി പോലെയുള്ള ദിവസങ്ങൾ. അപ്പോൾ ആ സമയങ്ങളൊക്കെ ഉപവാസം എടുക്കുമ്പോൾ നമ്മുടെ വയറ്, നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, ശരീരത്തിലെ വയറെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണ്, ഒരു മെഷീനാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ പോയിട്ട് വരും പ്രിയ മാതാജി. അപ്പോൾ എന്താ പറയുക, ഉപവാസം മാത്രം പറയരുതെന്ന്. ശരി മുതലാളി, പറയണില്ല. വ്രതം, ജിഷ മാതാജിയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഉപവാസം എന്നത് വ്രതം എന്നാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ വ്രതങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡേ ബൈ ഡേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഫുഡൊക്കെ ഒന്ന് ഡൈജഷൻ ആവാൻ, കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ആവാൻ ഈ ഉപവാസം അല്ലെങ്കിൽ വ്രതം നമ്മൾക്ക് സഹായമാവും, സപ്പോർട്ടാവും. അപ്പോൾ ഈ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ
എന്താ പറയുക, ആയാസം ലഭിക്കുകയും നമ്മുടെ ശരീരം കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ വ്രതം എല്ലാവരും അനുഷ്ഠിക്കുക, ഉപവാസം കേട്ടോ, അനുഷ്ഠിക്കുക. നാളത്തെ ഒരു ദിവസം രാവിലെ 6:30 മുതൽ ഈവനിങ് 6:30 വരെ. കാരണം മുസ്ലിംസിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ 30 ദിവസം അവരെടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പം നമുക്കൊരു ദിവസം എടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. 6:30 മണിയാകുമ്പോൾ എല്ലാവരും ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവ്വതോന്മുഖം നൃംസിംഹം ഭീഷ്ണം ഭദ്രം മൃത്യും മൃത്യും നമാമ്യഹം എന്ന ആ ഒരു മന്ത്രമൊക്കെ ജപിക്കാം. തീർച്ചയായിട്ടും ശ്രീകണ്ഠൻ പ്രഭു സാധിച്ചാൽ ഞാൻ എന്തായാലും 9-ാം തീയതി വന്ന് അങ്ങയെ കാണും. ഓക്കെ, അപ്പോൾ ഒന്ന് എന്താ പറയുക, ജപിക്കുക, 21 പ്രാവശ്യം ജപിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഭഗവാന്റെ അവതരിച്ച സമയമാണ്. ആ സമയം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. ആ സമയം ആരും പാഴാക്കരുത്. നാളത്തെ ആ ഒരു നേരം, ഓക്കെ, ആരും പാഴാക്കരുത്. വൈകിട്ട് 6:30 കേട്ടാ മനസ്സിലാവും, പറയുന്നതിലും ഭേദം. മന്ത്രം തരാം, ഗ്രൂപ്പിലിടാൻ നമുക്ക്. കേൾക്കാമോ? എന്തും കഴിക്കാം. നരസിംഹരൂപായ നമോ നമഃ. നരസിംഹരൂപായ നമോ നമഃ. ജനസിംഹരൂപായ നമോ നമഃ. കാലസിംഹരൂപായ നമോ നമഃ. രൗദ്രസിംഹരൂപായ നമോ നമഃ. വൈകിട്ട് കഴിക്കാം. ഭക്തന്റെ രക്ഷയ്ക്ക്
ഭക്തന്റെ രക്ഷയ്ക്ക് നിമിഷാർദ്ധ നേരം. നരസിംഹരൂപായ നമോ നമഃ. സർവരക്ഷസിംഹരൂപായ നമോ നമഃ. കാരുണ്യനേത്രസിംഹരൂപായ നമോ നമഃ. ഭക്തബാലപ്രിയസിംഹരൂപായ നമോ നമഃ. പ്രഹ്ലാദരക്ഷസിംഹരൂപായ നമോ നമഃ. ഇതാണ് നരസിംഹ ഭഗവാന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കീർത്തനം. അപ്പൊ ഇതില് എന്താ ഭഗവാൻ പറയുന്നതെന്നറിയാമോ? ഭക്തന്റെ രക്ഷയ്ക്ക് നിമിഷ നേരം പോലും വേണ്ടെന്നാ പറയുന്നത്. ഹൃദയമുരുകി നമ്മൾ നാരായണനെ വിളിച്ചാൽ ആ നാരായണൻ വെളിപ്പുറത്താണ്. അത് ഏത് ഭാവത്തിൽ ഏത് രൂപത്തിൽ നമ്മുടെ അടുത്ത് വരുമെന്ന് നമുക്ക് പറയാൻ പോലും കഴിയില്ല. നമ്മൾ ചിന്തിക്കുന്നതൊന്ന്, ഭഗവാൻ പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അതാണ് നാരായണന്റെ സവിശേഷത. മനസ്സിലായി? അപ്പം നാളെ വളരെയധികം പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മുടെ സർവ്വ ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ആകുലതകളും ചിന്തകളും എല്ലാം ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാളത്തെ ദിവസം എന്ത് സംഭവിച്ചാലും ശരി നാളത്തെ ദിവസം എന്ത് ചെയ്യുക? വ്രതം അനുഷ്ഠിക്കുക. രാവിലെ 6:30 മുതൽ ഈവനിങ് 6:30 വരേക്കും ഉപവാസം ഇരിക്കുക. 6:30 മണിയാവുമ്പോൾ ഭഗവാൻ ഒരു നെയ്വിളക്ക് കത്തിച്ച്, ഇവിടുന്ന് ഞാൻ എല്ലാവർക്കും നരസിംഹ സ്തോത്രത്തിന്റെ പുസ്തകം അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് ജപിക്കുക. ഇനി അതില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ, ഒന്നും വിഷമിക്കേണ്ട. നാളത്തെ ദിവസം കഴിഞ്ഞു പോയാലും ആഴ്ചയിൽ ഒരിക്കൽ നരസിംഹ സ്തോത്രമാല എന്ന് പറയുന്ന പുസ്തകം എടുത്ത് ജപിക്കുന്നത്. അതിൽ ഒരുപാട് നരസിംഹ ഭഗവാന്റെ സ്തോത്രങ്ങളുണ്ട്. അത് ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കെട്ടുപാടുകളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഓക്കെ, ചൂട്ടനെയും രാധാറാണിയും കാണാത്തതിൽ സങ്കടമുണ്ട്. ശരിയാണ്, പക്ഷെ എനിക്ക് അവിടെ ഭയങ്കര ചൂടാണ്. അവിടെ ഇരുന്ന് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഹാളിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ വിളക്കണഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റിസ്കിന് നിൽക്കാത്തത്. ഓക്കെ, ഇനി നമ്മളെ മഹാഭാരതത്തിലെ ശാന്തി പർവം പൂജനീ ബ്രഹ്മദത്ത സംവാദത്തെ കുറിച്ചാണ് എടുക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി 11 മണി വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. 9:30 ഇപ്പം 10:30 മണിക്കാണ് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാറ്. അപ്പോൾ അയച്ചുതരാൻ രമണം പ്രഭു. 11 മണി വരെ ഇന്ന് ക്ലാസ് ഉണ്ട്. കഴിക്കേണ്ടവരാരായാലും ഫുഡ് കൊണ്ടുവന്ന് അടുത്ത് വെച്ചോളൂ, കഴിച്ചുകൊണ്ട് കഥകൾ കേട്ടോളൂ. ക്ലിയർ? പൂജനീ ബ്രഹ്മദത്ത സംവാദത്തെ കുറിച്ചാണ് പറയുന്നത്. ഭീഷ്മര് ദേഷ്യം വരുന്നവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് പൂജനി എന്ന ചടകപക്ഷിയും ബ്രഹ്മദത്ത രാജാവും തമ്മിലുള്ള സംവാദത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു. നമുക്ക് ഞാൻ അയച്ചുതരാം. എന്താണ് ഭീഷ്മര് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന കഥ എന്താന്ന് ഓർത്തു കഴിഞ്ഞാല്, ദേഷ്യം വരുമ്പോൾ നമുക്ക് ഒരാളോടൊരു ദേഷ്യം തോന്നുന്ന സമയത്ത്, ആ ദേഷ്യം വരുന്ന സമയത്ത്
എന്താണ്, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്. പലരും പറയുന്നു നരസിംഹ സ്തോത്രത്തിന്റെ പുസ്തകം ഇല്ല എന്ന്. വിഷമിക്കേണ്ട, നാളത്തേക്ക് ഒരു ദിവസത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടി അതിലെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മന്ത്രത്തിന്റെ കീർത്തനത്തിന്റെ പേജ് എടുത്തിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പിലിട്ടതുപോലെ ഞാൻ ഗ്രൂപ്പിലിട്ടുതരാം. ദയവായി നാളെ അത് ചൊല്ലു. പിന്നെ ഞാൻ എല്ലാവർക്കും പുസ്തകം അയച്ചുതരാം. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് തന്നോളൂ. 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് തന്നോളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുസ്തകം അയച്ചുതരാം. നാളത്തേക്ക് തൽക്കാലം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ മെസ്സേജ് ഇട്ടുതരാം കേട്ടോ. പിന്നെ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ അനൗൺസ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു. ഗ്രൂപ്പിൽ പറയണമെന്നിങ്ങനെ വിചാരിച്ചിരുന്നു. അത് ഞാൻ മറന്നുപോയി. എന്തോ ഒന്ന് പറയണമെന്നിങ്ങനെ വിചാരിച്ചിരുന്നു. പോട്ടെ, സാരല്ല, ഇനി പിന്നെ പറയാതെ. ഓക്കെ, അയച്ചുതരാം ശശി അഗർവാൾ മാതാജി, ഞാൻ അയച്ചുതരാം കേട്ടോ. എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മറന്നു. നാളെ നരസിംഹ ജയന്തി ആയിട്ട് നമുക്ക് അന്നദാനം ഉണ്ട് കേട്ടോ. നാളെ 22-ാം തീയതി അന്നദാനം ഉണ്ട്. കാര്യം പറയാൻ വിചാരിച്ചിരുന്നു, മറന്നുപോയി. എന്താന്നുള്ളത് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ പറയാം. അപ്പോ ഭീഷ്മര് നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ്, വൈരം ചെയ്യുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന്. അതായത് വൃന്ദാവൻ യാത്രയല്ല, വേറെ എന്തോ ഒരു കാര്യം. ഞാനിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പറയാൻ വിട്ടുപോയി ഞാനത്. സാരല്ല, പിന്നെ ഓർത്ത് പറയാം. ഒരു കാര്യം പറയാൻ വെച്ചു, ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. എങ്ങനെ പെരുമാറണം എന്ന് ചോദിച്ചപ്പോ നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവിന് ഒരു കഥ പറഞ്ഞു കൊടുക്കാണ്. രുദ്രാക്ഷമാല ഒറിജിനൽ കിട്ടില്ല പ്രഭു, ഞാൻ വെറുതെ കളക്ട് ചെയ്ത് അയച്ചു തന്നിട്ട് കാര്യമില്ല. ഒറിജിനൽ കിട്ടണമെങ്കിൽ നമുക്ക് ഹരിദ്വാറിനേ കിട്ടത്തുള്ളൂ. ഞാനത് അവിടെ നിന്ന് നോക്കട്ടെ. അല്ല, നാളെ ഉപവാസമാണ് മാതാജി, ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. മോർണിംഗ് ടു ഈവനിങ് ഉപവാസമാണ്. ഗുളികയൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ വിഷമിക്കണം. എന്തെങ്കിലും ഫ്രൂട്ട്സോ പാലോ ഏകാദശി എടുക്കുന്ന പോലെ എടുത്തിട്ട് സന്ധിക്ക് ഭഗവാന്റെ ഇത് കഴിയുമ്പോൾ, അവതാരം കഴിയുമ്പം ഇതാക്കിയാലും മതി കേട്ടോ, സാരല്ല. അപ്പൊ ചടകപക്ഷിയും ബ്രഹ്മദത്ത രാജാവും തമ്മിലുള്ള ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചൊരു കഥ പറഞ്ഞു കൊടുക്കാണ്. കാമ്പില്യം എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്തിന്റെ പേരെന്താണ്? കാമ്പില്യം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ബ്രഹ്മദത്ത രാജാവിന്റെ അന്തപുരത്തില്, കാമ്പില്യം എന്ന് പറയുന്ന രാജ്യത്ത് ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ കൊട്ടാരത്തില് പൂജനി എന്ന് പേരുള്ള ഒരു പെൺപക്ഷി കുറേ കാലം താമസിച്ചിരുന്നു. എന്താണ്? കാമ്പില്യം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ പൂജനി എന്ന് പറയുന്ന ഒരു പെൺപക്ഷി താമസിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലം താമസിച്ചു. സർവതത്വജ്ഞയായിരുന്ന ആ ചടകപക്ഷി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. സർവതത്വജ്ഞ, നല്ല തത്വങ്ങളും അറിവും എല്ലാം ഉള്ള ആ പെൺപക്ഷി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ സമയത്ത് രാജാവിന്റെ ഭാര്യയ്ക്കും ഒരു ആൺകുട്ടി ഉണ്ടായി. ഈ പെൺപക്ഷി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച അതേ സമയത്ത് ആ കൊട്ടാരത്തിലെ ബ്രഹ്മദത്ത രാജാവിന്റെ ഭാര്യയായ റാണിക്കും ഒരു ആൺകുഞ്ഞുണ്ടായി. പൂജനി എന്ത് ചെയ്തു? കടപ്പുറത്ത് പോയിട്ട് കായ്കളെല്ലാം കൊണ്ടുവന്ന് 2 കുട്ടികൾക്കും കൊടുക്കും. ഈ 2 പക്ഷികൾ, ആ പൂജനി എന്ന് പറയുന്ന പക്ഷി കടപ്പുറത്ത് പോയിട്ട് കായ്കളെല്ലാം കൊണ്ടുവന്ന് 2 കുട്ടികൾക്കും കൊടുക്കും. തേജസ്സും ഫലവും വർദ്ധിപ്പിക്കുന്ന ആ ഫലങ്ങള്, ആ കായ്കൾ തിന്ന് 2 കുട്ടികളും നല്ല തേജസ്സുള്ള കുട്ടികളായി വളരാൻ തുടങ്ങി. ഒരു ദിവസം 2 കുട്ടികളും തമ്മിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ രാജകുമാരൻ എന്ത് ചെയ്തു? ആ പക്ഷിക്കുഞ്ഞിനെ പിടിച്ചിട്ട് കൊന്നുകളഞ്ഞു. പൂജനിയുടെ ആൺകുഞ്ഞിനെ രാജാവിന്റെ മകൻ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു, പക്ഷിക്കുഞ്ഞിനെ. അന്ന് പൂജനി എന്ത് ചെയ്തു? പൂജനി എന്ന് പറയുന്ന ആ പക്ഷി കടപ്പുറത്ത് പോയിട്ട് ഫലങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോ പൂജനിയുടെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതായി കണ്ടു. ഒരുപാട് വിഷമിച്ചു. അതിന് പകരം വീട്ടാൻ വേണ്ടി ആ പൂജനി എന്ന് പറയുന്ന പക്ഷി എന്ത് ചെയ്തു? അപ്പൊ തന്നെ പോയിട്ട് ആ രാജകുമാരന്റെ 2 കണ്ണുകളും ആ പൂജനി എന്ന് പറയുന്ന പക്ഷി എന്ത് ചെയ്തു? കൊത്തിപ്പറിച്ചെടുത്തു. രാജകുമാരന്റെ, ബ്രഹ്മദത്ത രാജാവിന്റെ
മകന്റെ 2 കണ്ണുകളും കുത്തിപ്പറിച്ചെടുത്തു. എന്തുകൊണ്ടാ? പൂജനീയുടെ മകനെ കൊന്നതുകൊണ്ട്. അതിനുശേഷം അവൾ രാജാവിനോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങി. രാജാവ് അവളെ പിടിച്ചു നിർത്തിയിട്ട് പല 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 വാദങ്ങൾ പറഞ്ഞു. പക്ഷേ പൂജനി എന്ന് പറയുന്ന ആ പക്ഷി രാജാവിനോട് പല ന്യായങ്ങളും തിരിച്ചും പറഞ്ഞു. ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിൽ ഒരുപാട് കാലം നല്ല സൗഹൃദത്തോടു കൂടിയല്ലേ താമസിച്ചത്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഭയങ്കര ദേഷ്യമായി. കാരണം അങ്ങയുടെ മകൻ എൻ്റെ മകനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മകന്റെ 2 കണ്ണുകളും കുത്തിപ്പറിച്ചെടുത്തത് എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അത് പേസിക്കോங்க, ഒന്നും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. കാലമാണ് എല്ലാറ്റിനും കാരണമെന്ന് അങ്ങ് പറഞ്ഞില്ലേ? കാലം എല്ലാത്തിനും കാരണമാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല, എനിക്കിഷ്ടമല്ല ഇവിടെ താമസിക്കാൻ എന്ന് പറഞ്ഞു. ദൈവം പുരുഷകാരശ്ച സ്ഥിതാവന്യോന്യ സംരയാത് ഉദാരാണാം തു സത്കർമ്മ ദൈവം ക്ലിഭാസ് ഉപാസതേ എന്ന് പറഞ്ഞാൽ ദൈവവും പൗരുഷവും അന്യോന്യം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഉദാരന്മാർ പൗരുഷത്തെ ആശ്രയിച്ച് ജീവിക്കും, വിജയിക്കും. വിഡ്ഢികൾ ദൈവാധീനം പ്രതീക്ഷിച്ച് നശിക്കുന്ന പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം പുരുഷകാരശ്ച, ദൈവവും പൗരുഷവും, പൗരുഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്റെ ഇടം, അന്യോന്യം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ദൈവം മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് തന്റെ ഇടവും വേണം ജീവിക്കാൻ. വേണ്ടേ? എല്ലാം ദൈവം തരും ദൈവം തരും ദൈവം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. നമുക്ക് ജീവിക്കാനുള്ള തന്റെ ഇടവും കൂടി വേണം. എങ്കിലേ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന അർത്ഥം അവിടെ കറക്റ്റ് ആവൂ. ഉദാരന്മാർ പൗരുഷത്തെ ആശ്രയിച്ച് ജീവിക്കും, വിഡ്ഢികളോ ദൈവാധീനം പ്രതീക്ഷിച്ച് നശിച്ചു പോകുന്ന പറയുന്നത്. ദൈവാധീനം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു തരും. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ടേക്ക് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതം കറക്റ്റ് ആവൂ. അല്ലാതെ എല്ലാം ദൈവം കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നു പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? അപ്പം ഈ പക്ഷിയും ഇത് തന്നെയാ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? തസ്മാത്സവം പ്രബോഭ്യ ഹർത്താം കാര്യം ഏമം പരാക്രമ സർവസ്യമഭവി സത്യം ച കാര്യമാർത്ഥാഹിതം നരേ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ അതുകൊണ്ട് എല്ലാ അർത്ഥചിന്തയും വെടിഞ്ഞ് എല്ലാ തരത്തിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളും ഒഴിവാക്കി പരാക്രമം സ്വീകരിക്കണം എന്ന്. സർവസ്വവും വെടിഞ്ഞ് ആത്മഹിതത്തെ ജനങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം, എന്നിട്ടോ ആത്മഹിതത്തെ ജനങ്ങൾ ചെയ്യണം. നമ്മുടെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന സർവവും നമുക്ക് വേസ്റ്റാണ്. അതൊന്നും നമ്മുടെ എന്താ പറയാ നമ്മളെ നിലനിർത്തില്ല. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ പുരോഗതി, ആത്മാവിനെ നമ്മൾ ഭഗവാനിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും നമ്മളെ ജീവിതത്തിൽ ഉയർത്തുന്നത് എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത്? ഗൃഹസേനാപബന്ധാനാം നാരായണമൽപമേധസാം കുസ്ത്രീ ഘാതതി മാംസാനി മാഘപംസേഘവ ഇവ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ കുടുംബസ്നേഹം കൊണ്ട് ബദ്ധന്മാരും അല്പബുദ്ധികളുമായവരുടെ മാംസം ഞണ്ടിനെ അതിന്റെ കുഞ്ഞുങ്ങൾ എന്ന പോലെ ദുഷ്ടസ്ത്രീ കാർന്നു തിന്നുന്നു എന്നാ പറയുന്നത്. നമ്മളിൽ പലരും കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് ജീവിതം വേസ്റ്റ് ആയി പോയവരാണ്. കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, പക്ഷേ അതേ സമയം നമ്മൾ നമുക്ക് വേണ്ടിയും ജീവിക്കണം. സർവവും കുടുംബത്തിന് വേണ്ടി കൊടുത്തിട്ട് വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടത് ഓർക്കുന്നില്ലേ നിങ്ങള്? അതേപോലെ ആവരുത് നിങ്ങളുടെ ജീവിതം. കാരണം എന്താന്ന് ഓർത്തു കഴിഞ്ഞാൽ ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ ആർക്കും ആരോടും ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന സ്വഭാവമാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? അവരെല്ലാം കിട്ടുന്നത് കിട്ടട്ടെ കിട്ടുന്നത് കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ജീവിക്കും. പറക്കാൻ പറ്റുന്ന സമയമാവുമ്പോൾ എന്ത് അച്ഛൻ, എന്ത് അമ്മ, എന്ത് സഹോദരങ്ങള്, എന്ത് ബന്ധുമിത്രാദികള് അവരവരെ വഴിക്ക് പോവും. അപ്പോഴേക്കും നമ്മൾ വാർദ്ധക്യത്തിൽ പെട്ടിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒന്നും ഉണ്ടാവില്ല. പണം നമുക്ക് വേണ്ട, പക്ഷെ നമുക്ക് എന്ത് വേണം? സമാധാനം വേണം. മറ്റൊരാളെ മുമ്പിൽ കൈ നീട്ടാനുള്ള അവസരം ഉണ്ടാവരുത് നമുക്ക്. അങ്ങനെ നമ്മൾ ഒരാൾക്കും ഭാരമല്ലാതെ ജീവിക്കണമെങ്കിൽ കുടുംബത്തെയും സ്നേഹിക്കണം, നമ്മൾ നമ്മളെയും സ്നേഹിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എന്തൊക്കെ ഞാൻ എത്ര തന്നെ എൻ്റെ അച്ഛനെയും അമ്മേനെയും സഹോദരനെയും ഒക്കെ നോക്കിയാലും എൻ്റെ മകനെ നോക്കിയാലും ഒക്കെ
ഒരു 824 രൂപ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ. മാസം 824 രൂപ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പെൻഷൻ പ്ലാനാണ്. വേറെ ഒന്നും എൻ്റെ പേരിലില്ല, ഒരു സേവിങ്സും ഇല്ല, ഞാനൊന്നും സേവ് ചെയ്യുന്നുമില്ല. 824 രൂപ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കാരണം ആ 824 രൂപ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ മാസം 5000 രൂപയായിട്ട് എനിക്ക് കിട്ടുമ്പോഴേക്കും ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഞാൻ വളർത്തിയെടുത്ത് അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 പേർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ആര് വന്നാലും കൊടുക്കാനും അന്തി ഉറങ്ങാൻ ഒരു സ്ഥലവും ഞാൻ ഉണ്ടാക്കി വെച്ചാൽ അതിന്റെ ഒരു ചായ്പിൽ എനിക്കും കിടക്കാം. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അതിന്റെ ഒരു ചായ്പിൽ മരണം വരെ എനിക്കും കിടന്നുറങ്ങാം. അന്ന് എനിക്ക് കിട്ടുന്ന ആ 5000 രൂപ മതി ഒരു പക്ഷേ അന്ന് അവിടെയുള്ളവർക്ക് എന്താ പറയാ കഴിക്കാനുള്ള ചെറിയൊരു അത് മതി, ചെറിയൊരിത്. അല്ലെങ്കിൽ എനിക്കൊരു മരുന്ന്, ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഉടുത്തു മാറാൻ ഒരു വസ്ത്രം. ഇത്രയൊക്കെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ അത്രേ ആലോചിക്കുന്നുള്ളൂ. ഈ ട്രസ്റ്റ് ഉള്ള കാലം വരേക്കും ഒരിക്കലും എന്താ പറയാ നമ്മൾ ആ ഒരു പ്രസ്ഥാനമുള്ള കാലം വരെ നമ്മൾ അനാഥരാവില്ല. കാരണം എങ്ങനെയെങ്കിലും ചാടി നിന്ന് ഓടി നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ എനിക്കും മരണം വരെ ഒരാളുടെ മുഖം കാണാതെ ആ മൂലയ്ക്കൽ ഒരു നേരത്തെ കഞ്ഞി കഴിച്ച് കിടക്കാം, ഒപ്പം വരുന്നവർക്കും കിടക്കാം. അത്രേ വേണ്ടൂ. കാരണം ആരോഗ്യം ക്ഷയിച്ചാൽ പിന്നെ നമുക്ക് ഈ ഓട്ടവും ചാട്ടവും ഒന്നും നടക്കില്ല. അന്ന് മരുന്ന് വാങ്ങാൻ ഒരാളെ മുന്നിലും കൈ നീട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് മാസം ഒരു 824 രൂപ ഞാൻ എൻ്റെ പേരിൽ സൂക്ഷിക്കുന്നുണ്ട്. ബാക്കി എനിക്ക് എത്ര കിട്ടിയാലും ഞാനത് മറ്റുള്ളവർക്കും എൻ്റെ മകന് വേണ്ടിയായാലും എൻ്റെ അച്ഛന് വേണ്ടിയായാലും അമ്മയ്ക്ക് വേണ്ടിയായാലും ഒക്കെ ചിലവാക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ആ കാലം വരുമ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോകും. എൻ്റെ സഹോദരൻ അവൻ്റെതായ പ്രാരാബ്ദങ്ങളിലേക്ക് പോകും, മക്കളുടെ കാര്യങ്ങളിലേക്ക് പോകും. എൻ്റെ മകൻ അവൻ്റെ ജീവിതത്തിലേക്ക് പോകും. പിന്നെ ഭർത്താവ്, നമുക്ക് പറയാൻ പറ്റില്ല ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും. പിന്നെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മിത്രങ്ങൾ, എല്ലാവരും ഓരോരോ കാലഘട്ടങ്ങളിലേക്ക് പോകും. പിന്നെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറയാ, നായെ പോലെ ജനിച്ചാലും നരിയെ പോലെ മരിക്കണം. അല്ലാതെ നരിയെ പോലെ ജനിച്ചിട്ട് നായെ പോലെ നമ്മൾ മരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്നും എന്തൊക്കെ ആർക്കൊക്കെ എവിടൊക്കെ ചെയ്താലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പങ്ക് നമ്മൾ മാറ്റി വെക്കണം. എല്ലാവരെയും കൂട്ടും. ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ദിവസങ്ങൾ അതാണ്. നമ്മളെല്ലാവരും ചേർന്ന് ഇതുപോലെ ഇന്നിപ്പോൾ ലൈവ് എടുക്കുന്നു, അന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ കഥ പറയുന്നു. അങ്ങനെ ഞാൻ നോക്കട്ടെ. അത് നിങ്ങൾ IOB ബാങ്കിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത്. IOB ബാങ്കിലാണ് അതിൻ്റെ ഇതുള്ളത്. ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ സ്കീമിൻ്റെ പറഞ്ഞുതരാം. എനിക്ക് ഉണ്ട്, അത് എൻ്റെ ഫോണിൽ വരും മെസ്സേജ്. 824 ഡെബിറ്റഡ് എന്നും പറഞ്ഞിട്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് വരും. കുറേ കാലങ്ങളായി ഞാനത് തുടങ്ങിയിട്ട്. അത് അവിടെ ഇരിക്കട്ടെ. അത് എനിക്കൊരു കാലത്ത് മരുന്ന് വാങ്ങാൻ ഞാൻ ചേർത്ത് വെക്കുന്നതാ. വേറൊന്നും വേണ്ട എനിക്കത് മതി. അത് ആ കാലമാകുമ്പോൾ ഞാൻ മരിക്കുന്നത് വരെ എനിക്കൊരു 5000 രൂപ വെച്ച് IOB ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എനിക്ക് തരും. എനിക്കത് മതി. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അതിൻ്റെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് കാരണം പിന്നെ ഇതിൻ്റെ അകത്ത് കാണുമെന്നല്ല, ഉണ്ടെങ്കിൽ നോക്കട്ടെ. കാണുന്നില്ല. അവർ കൃത്യമായിട്ട് അത് എടുത്തോളും. 824 രൂപ എല്ലാ മാസവും 5-ാം തീയതി വെച്ച് അവരങ്ങ് എടുത്തോളും. ലക്ഷങ്ങളും കോടികളൊന്നും നമ്മൾ സമ്പാദിച്ചു വെക്കണ്ട, അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. ആ ലക്ഷങ്ങളും കോടികളും കൊണ്ടൊട്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം അതൊന്ന് ചേർത്ത് വയ്ക്കുക. ഞാൻ അതേക്കുറിച്ച് നാളെ കൃത്യമായി പറഞ്ഞു തരാം കേട്ടോ. ആ ഇത് എന്താണ് അതിൻ്റെ പ്ലാനിൻ്റെ പേരെന്നും IOB ബാങ്കിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അവർ ചിലപ്പം വലിയ വലിയ പലതും പറയും. മനസ്സിലായില്ലേ? വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മൾ ചെറിയ കാര്യത്തിൽ നമ്മൾ ചെയ്താൽ മതി. പിന്നെന്താ പറയുന്നത്? സഭാര്യാ പ്രിയം ബ്രൂതേ സപുത്രോ യത്ര നിർവൃതി തന്മിത്രം യത്ര വിശ്വാസ്യ സസദേശ യത്ര ജീവദ്യേ എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? സാഭാര്യാ പ്രിയം ബ്രൂതേ സപുത്രോ യത്ര നിർവൃതി തന്മിത്രം യത്ര വിശ്വാസ്യ സദേശോ യത്ര ജീവദ്യേ എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഭാര്യ എന്ന് പറയണമെങ്കിൽ അവൾ പ്രിയം പറയുന്നവളാകണം. നമുക്കിട്ടൊരു അടിയാണല്ലോ ശാന്തി പർവ്വത്തില്. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടത്തോടു കൂടി സംസാരിക്കുന്നവളാകണം എന്നാണ് പറയുന്നത്. അതെ 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 കഞ്ഞിയൊക്കെ ഞാൻ വിളമ്പിക്കോളാം. എന്താ പറയുന്നത്?
തൃപ്തി നൽകുന്നവനാണ് പുത്രൻ. മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തി നൽകുന്നവനായിരിക്കണം. വിശ്വാസമുള്ളവനാണ് മിത്രം എന്ന് പറയുന്നത്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള വ്യക്തികളായിരിക്കണം. ജീവന് രക്ഷയുള്ള സ്ഥലമാണ് ജന്മദേശം. നമ്മൾ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന് രക്ഷ നൽകുന്ന സ്ഥലമായിരിക്കണം. ഞാൻ അങ്ങയുടെ പുത്രനെ ദ്രോഹിച്ചതിനാൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ പൂജനി എന്ന് പറയുന്ന പക്ഷി പറയാണ് നമ്മുടെ ബ്രഹ്മദത്ത രാജാവിനോട്, അങ്ങയുടെ മകനെ ഞാൻ ദ്രോഹിച്ചതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ആ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ തമ്മിൽ കൂട്ടുകാരല്ല, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിച്ചോളൂ എന്ന് ഒരുപാട് ധർമ്മോപദേശങ്ങളൊക്കെ പറഞ്ഞ് രാജാവിനെ സംസാരിച്ച് നമ്മുടെ പൂജനി ഒരു വഴിയാക്കിയിട്ട് പൂജനി അവിടുന്ന് സ്ഥലം വിട്ടങ്ങ് പറന്നുപോയി. അതേപോലെ തനിക്ക് വിശ്വാസമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും താമസിക്കരുതെന്നാ പറയുന്നത്. ഒരു കാരണവശാലും നമുക്ക് വിശ്വാസമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കരുത്. ദേഷ്യമോ പകയോ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ജനങ്ങളുടെ അടുത്ത് നിന്ന് നമ്മൾ എപ്പോഴും അകന്നു നിൽക്കണം. നമ്മൾ ഒരു കാരണവശാലും അഹങ്കാരത്തിന്റെയും നമ്മുടെ ആ ഒരു പ്രതികാര മനോഭാവത്തോടെയും നമ്മൾ ഒരിക്കലും ആരോടും ഇടപെടരുത്. നമ്മൾ പറയില്ലേ, ഞാൻ ഇവിടെ നിൽക്കട്ടെ, ഞാനൊന്ന് കാണട്ടെ എന്താ ചെയ്യാന്ന്, അങ്ങനെയുള്ള റിവെഞ്ചിങ് മെന്റാലിറ്റി ഒന്നും വേണ്ട. നമ്മൾക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ അതെവിടെയായാലും ശരി നമ്മൾ നിൽക്കരുത്. പിന്നെന്താ പറയുന്നത്, ആ അതിവിശ്വാസം ആരിലും പാടില്ല എന്നാണ് ഭീഷ്മർ പറയുന്നത്. ഒരിക്കലും നമ്മൾ അമിതമായിട്ട് ഒരാളിലും വിശ്വാസം അർപ്പിക്കരുത്. എപ്പോഴായാലും നമ്മൾ ചതിക്കപ്പെടും. അത് യാതൊരു സംശയവും ഇല്ല. അത് ഈ ഒരു കലിയുഗത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? എപ്പോഴായാലും ചതിക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്, അങ്ങനെ ഭീഷ്മർ ധർമ്മപുത്രന്റെ എല്ലാ സംശയവും തീർത്തു കൊടുത്തു. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ദിവസം നമ്മളോടൊരു ദേഷ്യഭാവത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ നമ്മൾ വലിയ ക്ഷമിക്കുന്ന ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് നമ്മളെടുത്ത് തലയിൽ വെക്കരുത്. ഒരു കൈയകലം ദൂരെ നമ്മൾ നിർത്തണം. എന്തൊക്കെ പറഞ്ഞാലും നിർത്തണം. കാരണം ഒരു വട്ടം ദേഷ്യം എന്ന വികാരം ഒരാൾക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ ഏത് രീതിയിലും നമ്മളെ ചതിക്കും. എന്തൊക്കെ പറഞ്ഞാലും ചതിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സൂക്ഷ്മതയോട് കൂടി ഇരിക്കണം. അത് ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും അച്ഛനായാലും അമ്മയായാലും ആരായാലും ശരി. അതൊരു പ്രത്യേക ഒരു വികാരമാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് നമ്മൾ തന്നെ ഒരു സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? ശത്രുജ്ഞയ ഭരദ്വാജ സംവാദം. ശത്രുജയ ഭരദ്വാജ സംവാദം, അതേക്കുറിച്ചാണ് പറയുന്നത്. ഭീഷ്മര് വീണ്ടും ഉപദേശം തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. സൗവീര രാജ്യത്തുള്ള ശത്രുജയൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഭരദ്വാജ മഹർഷിയും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. രാജാവ് അനുസരിക്കേണ്ട സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയാണ് ശത്രുജയൻ ചോദിക്കുന്നത്. രാജാവ് ഒരു സാമ്പത്തിക ശാസ്ത്രം അനുസരിക്കാനുണ്ട്. നമ്മളും എല്ലാവരും അനുസരിക്കാനുണ്ട്. നമ്മുടെ കണ്ണുകളിൽ ഇപ്പൊ ചെന്നൈയുടെ തെരുവുകളിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ പിടിപ്പിക്കും നമ്മുടെ കൈകളിൽ 5 രൂപ 10 രൂപ 5 രൂപ 10 രൂപ പല പല സാധനങ്ങൾ. അപ്പൊ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് നാട്ടിലാണെങ്കിൽ 50ഉം 100ഉം ഒക്കെ കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് ആ സാധനം ആ സമയം ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. മനസ്സിലായില്ലേ? അറ്റ് ദ ടൈം നമുക്കത് ആവശ്യമുണ്ടോ ഇല്ലേ, ഇത്രേ ആലോചിച്ചാൽ മതി. ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും നമ്മൾ വാങ്ങിപ്പോകരുത്. ആവശ്യമില്ലാതെ ഒരു തുണിയും നമ്മൾ വാങ്ങിപ്പോകരുത്. അതേപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ പറയുന്ന എന്തോട്ട് ആമസോണ്, ഫ്ലിപ്കാർട്ട്, പിന്നെ വേറെ ഏതാണ്ട് അതുപോലത്തെ കുറെ കുന്ത്രാണ്ടങ്ങളൊക്കെ ഉണ്ട്. എന്തൊട്ട് മീഷോ, മീഷോ, പിന്നെ അങ്ങനത്തെ എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്. ഇതിലെല്ലാം കിടന്നിട്ട് കുറെ റേറ്റ് കുറവാണെന്ന് പറഞ്ഞ് പല പല സാധനങ്ങളിട്. അപ്പൊ പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വാങ്ങാൻ നിൽക്കരുത്. നമുക്ക് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങുക. നമ്മൾ അതിന്റെ ഭംഗി കണ്ട് അതിന്റെ അട്രാക്ഷനിൽ നമ്മൾ വീണുപോയി നമ്മൾ ഒരിക്കലും ഒന്നും വാങ്ങാൻ നിൽക്കരുത്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ? നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ പോലും അറിയാതെ കുത്തനെ താഴേക്ക് പോകും. നമ്മൾ ഈ ജിപേ പണി തുടങ്ങിയത് കാരണം, ഈ എന്താ പറയാ ഗൂഗിൾ പേ പണി തുടങ്ങിയത് കാരണം നമ്മൾ അറിയില്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. അതേസമയം നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപ വെക്കുകയാണെങ്കിൽ അത് ചെലവാക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു സാധനം നമ്മൾ വാങ്ങരുത്. ഒരു നേരം കഴിച്ചില്ലെങ്കിലും അടുത്ത നേരം വീട്ടിൽ വന്ന് കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ്.
ഒന്ന് നമ്മൾ വയറ് വിശന്നാലും നമ്മൾ ഒന്ന് കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ട് കഴിക്കും. എന്തിനാ അത്? എവിടെ പോകുമ്പോഴും ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതേ. 20 രൂപയ്ക്ക് ഈ വെള്ളം വാങ്ങിയിട്ട് 100 രൂപ പോകാൻ 5 കുപ്പി വെള്ളം വാങ്ങിച്ചാൽ മതി. അങ്ങനത്തെ ഒരു 10 പ്രാവശ്യം ആകുമ്പത്തെ 1000 രൂപ പോയി കിട്ടും. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ തുകകൾ കളയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഓട്ടോ പരിപാടി അത് വളരെ മോശമാണ്. ഇവിടുന്ന് അവിടം വരെ പോകാൻ 30 രൂപ എടുത്ത് ഓട്ടോയ്ക്ക് പോകാം. പക്ഷെ ഒരല്പം നടന്നാൽ എന്താ കുഴപ്പം? നമ്മുടെ ഹൃദയവും നന്നാവും, നമ്മുടെ ശരീരവും നന്നാവും, അല്ലേ? നമ്മൾ ബസ്സിന് പോകേണ്ടടുത്തേക്കൊന്നും ബസ്സിന് പോയി വെക്കുക. നല്ല സുഖമാണ് ബസ് കയറി ഇരുന്നിട്ട് യാത്ര. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള യാത്രയാണ്. ഞാൻ കൂടുതലും KSRTC യൂസ് ചെയ്യാം. വണ്ടി വീട്ടിലുണ്ട്. വെറുതെ എന്തിനായാലും 3000-4000 പെട്രോൾ അടിക്കണത്? ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാർ എടുക്കുക. ഇല്ലെങ്കിൽ എല്ലാവരെ പോലെ നമ്മളും ബസ്സിൽ അങ്ങോട്ട് പോകണം. അതിനേക്കാൾ സുഖം വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്, ഏറ്റവും നല്ലതാണത്. മനസ്സിലായില്ലേ? പിന്നെ കഴിയുന്നതും ആർഭാടമായിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല പഴയ കാലത്തെ കഞ്ഞി, കപ്പ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനോളം ആനന്ദം വേറെ ഒന്നുമില്ല. നല്ല ചുട്ടരച്ച മുളക് ചമ്മന്തിയും കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ പൊളിക്കും ഫുഡ്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചെന്തായിരുന്നു? ദിവ്യ ഉണ്ടാക്കി തന്ന ചമ്മന്തിയും ചോറും അല്ലേ. ദിവ്യ എന്നോട് ചോദിച്ചു, ഇത് മതിയോ മാതാജി? ഞാൻ എവിടുന്നോ വിശന്നോടി വന്നതല്ലേ. ഞാൻ പറയും, ദിവ്യ ഇച്ചിരി മുളക്, ആ ഉണക്കമുളക് ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചെന്ന് പറഞ്ഞു. ദിവ്യ നല്ല ഉണക്കമുളകും പുളി ഇട്ടിട്ട് വറുത്ത് കറിവേപ്പില ഇട്ടിട്ട് മിക്സിയിൽ അങ്ങോട്ട് അരച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ടന്നപ്പോഴത്തേക്ക് എന്താ രുചി! ഞാൻ 1 കിലോ ചോറുണ്ട് എന്നുള്ളതാണ്. അടിപൊളിയാണ്. നമ്മൾ അങ്ങനെ മാക്സിമം ജീവിതത്തിലെ ചെലവുകൾ കുറച്ച് ഒരു സാമ്പത്തിക ശാസ്ത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല എന്നറിയാമോ? നമുക്ക് ദാരിദ്ര്യം വരില്ല. കാരണം നമ്മുടെ കൈകളിൽ വരുന്ന ധനം എന്ന് പറയുന്നത് അത് ലക്ഷ്മി ദേവിയാണ്. ആ ലക്ഷ്മി ദേവിയെ നമ്മൾ അനാവശ്യമായി ചെലവാക്കാതിരിക്കാം. ഈ അനാവശ്യമായിട്ട് ചെലവാക്കിയിട്ട് പിന്നെ നമ്മൾ കിടന്നിട്ട് ദാരിദ്ര്യം പറഞ്ഞിട്ടും ദുഃഖിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല, ഒരു കാര്യവും ഇല്ല. ദാരിദ്ര്യത്തെ നമ്മളായിട്ട് വിളിച്ചു വരാതിരിക്കുക. വിളിച്ചു വരുത്താതെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് സൂക്ഷിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഒരു മരുന്നിന് വേണ്ടി ഒരാളെ മുമ്പിൽ നമ്മൾ കാല് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് കാണുന്ന സുഹൃത്തുക്കളും ഇന്ന് നമ്മളെ ഫോൺ വിളിച്ച് എവിടെയാ എന്താന്ന് ചോദിക്കുന്നവരും വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നവരൊന്നും നാളെ നമ്മുടെ കൂടെ ഉണ്ടായിക്കോണമെന്നില്ല. നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. എത്ര വലിയ ബന്ധങ്ങളും ആയിക്കോട്ടെ, 1000 രൂപ കടം ചോദിച്ചാൽ തീരുന്ന ബന്ധങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആരും നമ്മുടെ കൂടെ ഇല്ല. 1000, 5000, 10000 കടം ചോദിച്ചു കഴിഞ്ഞാൽ തീരുന്ന ബന്ധങ്ങളെ നമുക്ക് ചുറ്റുള്ളൂ. ഒരു 2 പ്രാവശ്യം ഗുളികന്റെ ഷീറ്റ് എടുത്ത് കൊടുത്ത് മക്കളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ വെറുക്കാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് ദയവായി നമ്മൾ ഒരിക്കലും തുണിയും കിണിയും സാധനങ്ങളും വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം വേസ്റ്റ് ചെയ്യരുത്. ഇത് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എത്ര പ്രയാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, എത്ര എന്താ പറയാ കഷ്ടപ്പാടുകൾ ഉണ്ടായിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ, ഒരു 500 രൂപ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ പേരിലെങ്കിലും പോസ്റ്റ് ഓഫീസിലെങ്കിലും ഇട്ട് വെക്കണം. അത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. 299 റീചാർജ് ചെയ്യാൻ. എന്നിട്ട് അഡീഷണൽ ഡാറ്റ കയറ്റിക്കൊണ്ടേയിരിക്കും. 29, 10 രൂപ, 9 രൂപ, 6 രൂപ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഡാറ്റ ഇങ്ങനെ കയറ്റുകയാണ് നെറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10 ഡാറ്റ കയറ്റുന്ന നേരം കൊണ്ട് മതി യൂട്യൂബ് കാണാണ്ട് എന്തുട്ട് രാവിലെയും വൈകിട്ടും ക്ലാസ് കാണണ്ട അത് മതി എന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ വെച്ചിട്ട് ആ ഡാറ്റ എക്സ്ട്രാ കയറ്റിയിട്ട് റീൽസ് കാണുന്ന കാശ് മതി നമ്മളെ ജീവിതം സേഫ് ആക്കാൻ ഒരു 500 രൂപ പോസ്റ്റ് ഓഫീസിലിടാൻ. മനസ്സിലായില്ലേ? അത് നമ്മൾ ചെയ്തിരിക്കണം. വളരെ അത്യാവശ്യമാണ്. നാളെ പിറ്റേന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം കോടിക്കണക്കിന് രൂപ നമ്മൾ സമ്പാദിച്ച് നമ്മുടെ കയ്യിലൂടെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്നൊരു 1000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഗതികെട്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ആരുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്, എക്സ്പെഷ്യലി മഞ്ജരീസിലുള്ള ഒരാളുടെയും. അതുകൊണ്ട് ദയവായി ഇന്ന് തന്നെ, നാളെ രാവിലെ തന്നെ എന്ത് ചെയ്യാ? അതൊരു പ്രയോഗമാണ്. എൻ്റെ തുണിയും കിണി എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ്. കിങ്ങിണി എന്നൊക്കെ കേട്ടിട്ടില്ല, അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് കിണി. ഇതൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്ന കുഞ്ഞു കുഞ്ഞു വേർഡ്സുകളാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നാളെ രാവിലെ തന്നെ നേരെ പോസ്റ്റ് ഓഫീസിൽ പോവുക. മാസം ഇത്ര വലിയ EMI അങ്ങനെ നടക്കണ്ട. സ്വന്തം പേര് പറയുക, ആധാർ കാർഡ് കൊടുക്കുക, ഒരു അക്കൗണ്ട് അവിടെ ചേരുക, ഒരു 500 രൂപ മാസം, വെറും 500 രൂപ, 10 മാസം കൊണ്ട് 5000 രൂപ അവിടെ കിടന്നോട്ടെന്നേ. അങ്ങനെ പൊയ്ക്കോളും. നമ്മൾ അറിയില്ല, അത് അവിടെ കിടന്നോളും. നമ്മൾ ആരോടും പറയാനും പോണ്ട, ആരെ മുന്നിലും കൈ നീട്ടണ്ട. ഒരു 5-10 വർഷം കഴിഞ്ഞാൽ കൂട്ടിയൊക്കെ എത്രയായിരുന്നു? എത്ര പൈസയായിരുന്നു കൂട്ടിയൊക്കെ? മാക്സിമം പോയി കഴിഞ്ഞാൽ മാസം ഒരു 500 രൂപ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരു 500 രൂപ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ 12 മാസം കൊണ്ട് നിങ്ങൾക്ക് 6000 രൂപയായി.
ഇൻറ്റു 10 എന്ന് പറയുമ്പോഴത്തേക്കും 10 വർഷം കൊണ്ട് അത് 60,000 രൂപയായി. അതിന്റെ പലിശ എത്ര ഉണ്ടാവും? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് 500 രൂപ മാക്സിമം സേവ് ചെയ്യാൻ പഠിക്കാം. മനസ്സിലായില്ലേ? അത് വളരെ അത്യാവശ്യമാണ്. ക്ലിയർ? ഇനി അപ്പൊ ഇവിടെ സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി ശത്രുഘ്നൻ ചോദിച്ചപ്പോ പറഞ്ഞത്, അതിന് ഭരദ്വാജൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? രാജാവ് ദണ്ഡാധികാരം കാണിക്കുന്ന ദണ്ട് എപ്പോഴും കയ്യിൽ വെക്കണം. രാജാവിന്റെ കയ്യിൽ ഒരു ദണ്ട് ഉണ്ടാവും. അതെന്താണ്? അത് അദ്ദേഹത്തിന്റെ അധികാരമാണ്. ഓക്കെ, ശത്രുക്കളുടെ നേരെയുള്ള ആക്രമണത്തിന് കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കരുത്. അത് രാജാവിന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നും പറഞ്ഞ് നമ്മളൊരു ദണ്ടെടുത്ത് കയ്യിൽ വെച്ചിട്ട് അടുത്ത വീട്ടിലെ ആൾക്കാരെ തല്ലാൻ പോയി കഴിഞ്ഞാൽ കാര്യം ശരിയാവില്ല. അത് പിന്നെ വേറെ പരിപാടിയായി പോകും. പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നിട്ട് വല്ല പൊറോട്ടയും ചപ്പാത്തിയും തിന്നേണ്ട വരും. അതുകൊണ്ട് നമ്മൾ കയ്യിൽ ദണ്ടൊന്നും പിടിക്കണ്ട. നമ്മൾ നമ്മുടെ അധികാരം നമ്മുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? ഇന്നത്തെ അമ്മമാർക്ക് പറ്റുന്ന ഒരു വലിയ തെറ്റുണ്ട്. എന്താണെന്നറിയോ? മകന് കല്യാണം കഴിച്ച് പെണ്ണിനെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോളേന്നും വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് തലയിലെടുത്ത് വെക്കും. ചെയ്യരുത്. ഞാൻ അതേ എപ്പോഴും പറയും, ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ? അവർക്ക് അറിയില്ല ജീവിതം എന്താണെന്ന്. ആദ്യമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികള് അവര് വേറൊരു മൈൻഡിലാണ് കയറി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവർ കയറി വരുന്ന മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് അവരുടേതായ ഒരു സ്വപ്ന ലോകത്തിലൂടെയാണ് അവർ കയറി വരുന്നത്. ആ പെൺകുട്ടികളെ ഉടനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക, സംഭവ ബഹുലമാക്കി നടത്തുക, ഇതൊന്നും പാടില്ല. നമ്മുടെ പൂർവികർ എന്ത് ചെയ്തോ അതേ രീതിയിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട്, മോളെ വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, ഈ സമയത്ത് എഴുന്നേക്കണം, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, ഇന്ന ആളുണ്ട്. നമ്മുടെ വീട്ടിന്റെ പരമ്പരാഗതമായിരിക്കുന്ന ചിട്ടകൾ പറഞ്ഞു പഠിപ്പിക്കണം. അല്ലാതെ അയ്യോ അവൾക്ക് ക്ലാസ് ഉണ്ട്, അവൾക്ക് അതുണ്ട്, അവൾക്ക് ഇതുണ്ട്, അവള് ഓൺലൈനിൽ പഠിക്കട്ടെ, അവൾക്ക് ആ ഫുഡാണ് ഇഷ്ടം, ഈ ഫുഡാണ് ഇഷ്ടം, ഇതൊന്നും അല്ല ശരി. ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുത്തനച്ചി പുരപ്പുറം തൂകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവരെ കയറി വരുന്ന പെൺകുട്ടികളെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇന്നത്തെ സ്റ്റൈൽ എന്താണ്? നേരെ ഹണിമൂണിന് പോവുക. ഇന്ത്യ വിട്ട് ഹണിമൂണ്. പണ്ടത്തെ ആൾക്കാര്, ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യ വിട്ട് ഹണിമൂണിന് പോയിട്ടാണ് 10 പെറ്റ് കുട്ടികളെ പ്രസവിച്ചിട്ട് കുടുംബത്തിന്റെ ജീവിതമൊക്കെ ഉണ്ടാക്കിയെടുത്തത്? ഒരിക്കലും അല്ല. ഇങ്ങനെയൊന്നും കാശ് വേസ്റ്റ് ആക്കാതിരിക്കുക. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാലത്തിനനുസരിച്ച് മാറണം എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മുടെ സംസ്കാരം മറന്നു പോകരുത്. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മൾ ഈ വക, എനിക്ക് ഈ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഞാനുള്ള കാര്യം പറയും. ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറയും, നീ അധ്വാനിച്ചൊരു ഫ്ലാറ്റ് വാങ്ങിയാൽ നിനക്കുണ്ടാവും, അതിന്റെ EMI നീ അടയ്ക്കാം. ഞാൻ ആ വഴിക്കൊന്നും വരൂല. ഞാൻ വരും ഫ്ലാറ്റിലേക്ക്. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കയറി വരിക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഉത്തരവാദിത്തം ആദ്യമേ തലയിലെടുത്ത് വെക്കുക. അത് അത്യാവശ്യം എന്ന് പറയാറുണ്ട്. അപ്പൊ അതേപോലെ പെൺകുട്ടികളെ നേരം വരെ ഉച്ച വരെ കിടത്തി ഉറക്കി അടുത്ത വീട്ടിലേക്ക് അവർ ചെല്ലുമ്പോൾ അവിടെ പ്രശ്നങ്ങളായി. 2 ദിവസം നിൽക്കും, 3-ാമത്തെ ദിവസം അവരിങ്ങനെ കിണുങ്ങി നിൽക്കും. പിന്നെ നേരെ സ്വന്തം വീട്ടിലേക്ക് വരും. ഇതൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ഊന്നി കാണിച്ചു കൊടുക്കുക. മോളെ, ഇതാണ് അച്ഛൻ, ഇതാണ് അമ്മ. നീ രാവിലെ ഇത്ര സമയത്ത് എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊടുക്കുക. നമ്മളൊരു കുടുംബമായി ഇന്ന് മുതൽ ജീവിക്കണം. എത്ര അമ്മമാര് പറഞ്ഞു കൊടുക്കും അങ്ങനെ? ഒരാളും പറഞ്ഞു കൊടുക്കില്ല. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ കയറി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളയുടെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ ഏട്ടന്റെ ഭാര്യയാണ്. പക്ഷെ അവര് എന്നേക്കാൾ വയസ്സിന് താഴെ ആയതുകൊണ്ട് എന്നെ ചേച്ചിന്നാ വിളിക്കാം. ശരിക്കും സ്ഥാനം കൊണ്ട് ഞാനാണ് അവരെ ചേച്ചിന്ന് വിളിക്കുന്നത്. പക്ഷെ ആ കുട്ടി എന്നെയാണ് ചേച്ചിന്ന് വിളിക്കാറ്. അപ്പൊ ഇന്നും ആ കുട്ടി എനിക്ക് അതിനുള്ള മര്യാദ ഉണ്ട്. ഞാൻ തിരിച്ചും കൊടുക്കണം. ഞാൻ മോളേന്നല്ലാതെ ഇന്ന് വരെ ആ കുട്ടി ഞാൻ പേര് വിളിച്ചിട്ടില്ല, നിമിഷയെന്ന് വിളിച്ചിട്ടില്ല, മോളേനെ വിളിച്ചിട്ടു. ആ മോളെ അങ്ങനെ ഇങ്ങനെ. അവളെ മക്കളും എനിക്ക് അങ്ങനെയാണ്. അപ്പൊ നമ്മള് കാണിച്ചു കൊടുക്കുന്ന വഴി എന്താണോ അതാണ് നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ 4-ാമത്തെ ദിവസം വരേക്ക് 7:30 മണി വരെ കിടത്തി ഉറക്കുക, കുളിക്കാതെ കിച്ചണിൽ കയറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതാണ് നമ്മുടെ ചെങ്കോൽ എന്ന് പറയുന്നത്. നമ്മുടെ അധികാരം, ഒരു വീടിന്റെ അധികാരം എന്താണോ അത് പറഞ്ഞു കൊടുക്കുക. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് മുറ്റടിച്ചു വാരി, അല്ലെങ്കിൽ ഫ്ലാറ്റിലാണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെയുള്ള സംസ്കാരമാണ് നമ്മുടെ ചെങ്കോൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്, തക്ക സമയം വരെ ശത്രുവിനെ സ്നേഹത്തോടു കൂടി മാനിക്കുകയും സത്കരിക്കുകയും ചെയ്യണം. നമുക്കൊരാളോട് ദേഷ്യം തോന്നിയാലേ ഉടനെ വാള് വെടറാ 2 എന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പോവരുത്. അവരോട് നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കണം. അവര് നമുക്ക് ശത്രുക്കളായി മാറുകയാണ്, അല്ലെങ്കിൽ ശത്രുതയാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഉടനെ റിയാക്ട് ചെയ്ത്, പല ആളുകളുടെയും കുഴപ്പമാണ് സഡൻ റിയാക്ഷൻ. ഈ സഡൻ റിയാക്ഷൻ നമുക്ക് ഭയങ്കര ദോഷം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സഡൻ റിയാക്ഷൻ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. സമയം വരും നമുക്ക് സംസാരിക്കാൻ, അപ്പൊ സംസാരിക്കാം. അല്ലാതെ നമ്മൾ സഡൻ റിയാക്ഷൻ ആർക്കും പാടില്ല. അത് സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി. ഒരിക്കലും സഡൻ റിയാക്ഷൻ പാടില്ല.
ആലോചിച്ച് ചിന്തിച്ച് ആരോട് എന്ത് പറയാൻ പോകുന്നു എന്ന് ശരിക്കും ആലോചിച്ചിട്ട് വേണം നമ്മൾ റിയാക്ട് ചെയ്യാൻ. തരത്തിന് കിട്ടിയാൽ പാറയിൽ കുടം എന്നതുപോലെ എറിഞ്ഞ് തകർത്ത് കളയണം. ഇത് രാജാവിന് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല കേട്ടോ. തരത്തിന് കിട്ടിയ നമ്മള് അവസരം ഒത്തു വന്ന് ഇനി അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു സാഹചര്യം വരും കാര്യങ്ങൾ സംസാരിക്കാൻ, അതുവരെ കാത്തിരിക്കുക. ചിലപ്പോൾ അത് 1 വർഷമാവാം, ചിലപ്പോൾ 2 വർഷമാവാം. ഒരിക്കലും നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഈ മരുമക്കളും അമ്മായിയമ്മമാരും ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്കൊക്കെ പല കാര്യങ്ങളും ഇഷ്ടപ്പെടില്ല. എസ്പെഷ്യലി 2 സ്റ്റേറ്റ് ആണ്, 2 കൾച്ചറാണ്, പലതും ഇഷ്ടപ്പെടില്ല. ഞാൻ അവരോട് റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ അവരോട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവര് ഫോളോ ചെയ്തൊരു രീതിയുണ്ട്. ആ രീതിയെ ഞാനൊരു ദിവസം പോയി മാറ്റി മറിച്ച് തകിടം മറിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോ അവരത് ഫോളോ ചെയ്യട്ടെ, നമ്മളും ട്രൈ ചെയ്ത് നോക്കാം, നമുക്കും എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. കാരണം ഞാൻ ഇവിടേക്ക് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ദോശ വരില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളവരാണെങ്കിൽ ദോശപ്രാന്തന്മാരാ. ദോശ 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 24 മണിക്കൂറും ദോശ. എനിക്കാണെങ്കിൽ ഈ ഒരു വക സാധനം കണ്ടുകൂടാ. ദോശ വരാണ്ട് ഞാനെല്ലാം കൂടി വല്ലാണ്ട് ഗതികെട്ട് എന്ന് കരുതി എനിക്കിപ്പോ കേരളത്തിലെ പുട്ട് അവരെ കൊണ്ട് തിന്നിക്കാൻ പറ്റുമോ? അവര് പുട്ട് തിന്നില്ലല്ലോ. അവർക്ക് വല്ലപ്പോഴും ഒരു ഡിഫറെന്റ് ടേസ്റ്റ്, അതാണ് പുട്ട്. അവർക്ക് ഇഷ്ടം ദോശ ഇഡ്ഡലിയാണ്, വടയാണ്. വട എനിക്ക് ഇന്നും വരൂല. അങ്ങനെ ഇപ്പോഴാണെങ്കിലോ അയ്യോ 1/2 കിലോ ദോശമാവ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി. കാരണം അത്രയും ഏജുള്ള അവരെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണ്ട, നമ്മളൊന്ന് ചേഞ്ച് ആയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കഴിയുന്നതും ഇപ്പൊ അമ്മായിയമ്മമാരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് എന്നോട് അത് പറയരുത് ഇത് പറയരുത് എന്നൊന്നും പറഞ്ഞ് ബഹളം വെക്കരുത്. നമ്മൾ കുറച്ചൊന്ന് സൈലന്റ് ആയാൽ തീരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ വീട്ടിലുള്ളൂ. സീരിയസ്ലി നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലില്ലേ, റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനസമാധാനം പോവും, അവരെ മനസമാധാനം പോവും, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരെ മനസമാധാനം പോവും. ആകെ മൊത്തം ഒരു അവിയല് പരിവാവും. അതിലും ഭേദം നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചു നേരം മിണ്ടാതിരിക്കുക. അവർ കുറേ പറഞ്ഞു കഴിയുമ്പോൾ 1, 2, 3, 5, 10 വർഷം പറഞ്ഞു കഴിയുമ്പോൾ അവർ നിർത്തിക്കോളും. കാരണം എന്താ, നമ്മളെക്കാൾ മുമ്പേ സഞ്ചരിക്കുന്നവരാണ് അവര്. അപ്പൊ അവരുടെ ആരോഗ്യം അതിനനുവദിക്കില്ല. കുറെ നാളൊന്നും അവരുടെ ആരോഗ്യം നമ്മളോട് റിയാക്ട് ചെയ്യാൻ അനുവദിക്കില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അവർ നിർത്തും. ക്ഷമയോടെ ഇരിക്കുക. അല്ലാണ്ട് അതിന്റെ ഇടയിൽ കയറി നമ്മൾ അങ്ങോട്ട് വയലന്റ് ആവണ്ട. ഈ വയലൻസ് നമുക്ക് എവിടെയും നമ്മളെ എത്തിക്കില്ല. അതൊരു സത്യമായ കാര്യമാണ്. എന്തിനു പറയണേ, എന്റെ വീട്ടിൽ പോലും എന്റെ അമ്മ ഭയങ്കര ബഹളം വെക്കും എന്റെ ഏട്ടന്റെ ഭാര്യയോട്. ചില സമയത്തൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവളുടെ 2 കണ്ണ് നിറച്ചും വെള്ളം ഉണ്ടാവും. അപ്പൊ ഞാൻ പറയും, പോട്രാ വിട്ടേക്കട, ഞാൻ എന്തെല്ലാം കേട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഇപ്പൊ കാര്യാക്കണ്ട. അല്ല ചേച്ചി, ഞാൻ അങ്ങനെ ആലോചിച്ച് ചെയ്തതല്ല ചേച്ചി, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല ചേച്ചി. ഞാൻ പറയും, പോട്ടെ, അമ്മ അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞാൽ അമ്മ നിന്റെ അടുത്തേക്ക് വരും. ഞാൻ ഇവിടെ താമസിക്കാൻ പോകണില്ല, ഞാൻ ഇവിടെ വല്ലപ്പോഴും വന്ന് പോണേണ് അല്ലേ, നീ അതുകൊണ്ട് അതൊന്നും മനസ്സിൽ വെക്കണ്ട. അമ്മ അങ്ങനെയാണ്, അമ്മയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അതിനിപ്പോ ആങ്ങളയോട് അവനോട് പറഞ്ഞ് അവൻ അതിന്റെ പുറത്ത് ടെൻഷൻ, അവനൊന്നും ചോദിക്കില്ല അമ്മയോട്, അത് വേറെ കാര്യം. അച്ഛൻ എന്തെല്ലാം പറയണം, അച്ഛൻ മിണ്ടാണ്ടിരിക്കില്ല. അമ്മ പറയണ ആ സമയത്തേ ഉള്ളൂ, അമ്മയുടെ ഉള്ളു പൊള്ളയാണ്, അതുകൊണ്ട് അത് വിട്ടേക്ക് എന്ന് പറഞ്ഞു കൊടുക്കാന്നല്ലാതെ അമ്മ എന്തിനാ അത് ചെയ്ത്, അമ്മ എന്തിനാ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളുടെ ഭർത്താവിനോട് പറഞ്ഞ് അവൻ വന്ന് ചോദിച്ചു, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. കാരണം എന്താ പറയുക, ക്ഷമിക്കേണ്ട അടുത്ത് ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ നമ്മളെല്ലാവരുടെ വീടുകളിലും. മനസ്സിലായി, എല്ലാവരുടെ വീടുകളിലും അതേ ഉള്ളൂ. നമ്മൾ കഴിയുന്നതും എന്താ പറയാ, പ്രതികരിക്കേണ്ട. മനസ്സിലായില്ലേ, പ്രതികരിക്കേ വേണ്ട. നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കഴിയുന്നതും പ്രതികരിക്കാതിരിക്കുക. പ്രതികരണം കുറച്ചാൽ സമാധാനം ഉറപ്പാണ്. പ്രതികരണം കൂടിയാൽ അസന്തുലിതാവസ്ഥ, റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, എന്താ പറയാ, ചിന്തിക്കാൻ പറ്റാത്ത അലേർട്ടൊക്കെ നമ്മൾ ഓർഡറുകളൊക്കെ ഇറക്കേണ്ടി വരും. വേറെന്തൊക്കെയുണ്ടല്ലോ, നിരോധനാജ്ഞയൊക്കെ പുറപ്പെടുവിക്കേണ്ടി വരും. അപ്പൊ നിരോധനാജ്ഞയ്ക്കൊന്നും പോണ്ട, നമ്മൾ അങ്ങോട്ട് ക്ഷമിക്കുക. ഓക്കെ. 143, 123 ഒക്കെ പ്രഖ്യാപിക്കേണ്ടി വരും വീടുകളിൽ. അപ്പൊ അതൊന്നും വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കേണ്ട. മിണ്ടാണ്ടിരുന്നാൽ സ്വസ്ഥത ഉണ്ടാവും, ഇല്ലെങ്കിലോ സ്വസ്ഥത പോയി കിട്ടും. പിന്നെ പറയുന്നത് എന്താ അവിടെ, മുഹൂർത്തമഭീരാജേന്ദ്ര തിദു കാലാധവാജ്വലേത് ന തുഷ്ണാകിരി വാനച്ചിർധൂമായതേ ചിരം നരഹ എന്നാ പറയുന്നത്. 144 പറയേണ്ടി വരും പിന്നെ വീട്ടില്. മിണ്ടണ്ട. അമ്മ കുറേ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അമ്മ നിർത്തിക്കോളും, കുറെ കഴിഞ്ഞ് നിർത്തിക്കോളും. ആ നിർത്തുന്ന എടുത്ത് കൊണ്ടുപോയിട്ട് അമ്മയോട് ഞാൻ പറയും, എന്നും ഞാൻ എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കും. അമ്മ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പറയും. നീ എന്ത് ചെയ്യാന്നറിയോ, വൈകുന്നേരം പോവാ അമ്മയോട് ചോദിക്കുക, അമ്മ കഞ്ഞി വെക്കണോ ചപ്പാത്തി ഉണ്ടാക്കണോ? അപ്പൊ അമ്മ പറയും, ലേശം കഞ്ഞിക്ക് അരിയിട്ടോ. ഇങ്ങനെയാണ് അമ്മയുടെ കാര്യം. അപ്പൊ അവള് നടന്നു പോകുമ്പോ അമ്മ, എന്നിട്ട് ഞാൻ ചോദിക്കാം അമ്മയോട്,
ഉണ്ട് നിങ്ങളുടെ കാര്യം. അമ്മ പറയും. പിന്നെ ഞാൻ ഞാനത് ചെയ്യേണ്ട പറഞ്ഞിട്ട് ഞാൻ പറയും പാവം എന്തോരം കരഞ്ഞെന്നറിയാം. എന്തിനമ്മേ, എന്ത് കാര്യം ഇരിക്കണ്? എന്നോടാണ് അവരെ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞ അമ്മ കേട്ടിരിക്കുവോ? കഷ്ടമുണ്ടമ്മേ, വളരെ മോശമായി പോയി. ഉടനെ അമ്മ അടുക്കളയിൽ ചെല്ലും. നിമിഷേ നീ പോയി മോളെ നോക്കിക്കോ, അമ്മ വെക്കും കഞ്ഞി. പ്രശ്നം സോൾവ്. വിഷയം അവിടെ തീർന്നു. ഞാനും അച്ഛനും ഈശ്വര. അച്ഛനിങ്ങനെ പറയും നീ ചെന്ന് പറയും. ഞാൻ പറയും അച്ഛനല്ലേ കല്യാണം കഴിച്ചുകൊണ്ടത്, അച്ഛൻ ചെന്ന് പറയും. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ. ആങ്ങളെ പിന്നെ മറ്റേ പൊന്നും മോളെ ഞാനില്ല, നിങ്ങളായി നിങ്ങളുടെ പണി, ഇത് എൻ്റെ അടുത്ത് ഈ വക കാര്യം കൊണ്ട് വരരുത് കേട്ടല്ല. ഇതാണ് അവിടെ. അപ്പൊ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തെ നിലനിർത്തുന്നത്. ഈ സമാധാനം ഒരു 99.9% സ്ത്രീകളുടെ കയ്യിലാണ്. ഒരു കാരണവശാലും ഇതൊന്നും ഭർത്താക്കന്മാരുടെ ചെവിയിലെത്തിക്കരുത് പ്ലീസ്. ഇതെന്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. എത്രത്തോളം സഹിക്കാൻ പറ്റുമോ ഭൂമിയോളം ക്ഷമിക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കുമെങ്കിൽ ആ സ്ത്രീയെയാണ് ശ്രീദേവി എന്ന് വിളിക്കുന്നത്. അവരാണ് കുടുംബത്തിന്റെ വിളക്കെന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഭർത്താവ് കിടന്നിട്ട് അല്ല ഒരു അമ്മായിയമ്മ കിടന്നിട്ട് തുള്ളി കഴിഞ്ഞ അടുത്ത വാട്സപ്പ് ഓഡിയോയിൽ ഇതേ ഈ സാധനത്തിനെ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ തള്ള എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോവാണ് ഇവിടുന്ന്, ഞാൻ നിൽക്കില്ല അവിടെ, നോക്കിക്കോ, നിങ്ങൾക്ക് ഞാൻ വേണോ അവര് വേണോ? ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഭർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എന്താ പറയാ, നമ്മുടെ നാഗസാക്കിയിലിട്ട ആണവായുധത്തിനേക്കാളും കഷ്ടമായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ. മിക്ക ആണുങ്ങളും ഹൃദയം പൊട്ടി മരിക്കാൻ കാരണം അതാണ്. അറ്റാക്ക് കൊണ്ട് മരിച്ച് എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. സഹിച്ച് മടുത്താലും മിണ്ടാതിരിക്കുക, അതേ നിവർത്തിയുള്ളൂ. മിണ്ടണ്ട, എത്ര വേണേലും പറഞ്ഞോട്ടെ, മിണ്ടണ്ട, എന്ത് വേണേലും പറഞ്ഞോട്ടെ. സഹിക്കുക. ക്ഷമ ഈശ്വരന്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കും. നമ്മൾ ക്ഷമിച്ചുകൊണ്ടിരുന്ന കിച്ചൂട്ടൻ നമ്മളെ അടുത്തേക്ക് വരും. അതുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരുന്നോ. നമുക്ക് അമ്മായിയമ്മയെക്കാളും വലുതാ കിച്ചൂട്ടൻ. അപ്പൊ കിച്ചൂട്ടനോട് സ്നേഹണ്ടേ, മിണ്ടാണ്ടിരിക്കുക. ഓക്കെ. ഇനി അടുത്തത് എന്താ പറയണെന്ന് വെച്ചാല്, കുറച്ച് സമയമേ ജീവിതമുള്ളൂ അല്ലെ, കുറച്ച് സമയമേ ജീവിതമുള്ളൂ. പിന്നെന്താ പറയുന്നത്, അത് ധീരമായി ജ്വലിക്കണം അല്ലെ. വളരെ ചെറിയ സമയമാണ് നമ്മുടെ ലൈഫ്, അത് നല്ല ധീരതയോടുകൂടി വേണം ജ്വലിക്കാൻ വേണ്ടിയിട്ട്. തീക്കൊള്ളി പോലെ ഒട്ടു സമയം ആളിക്കത്തുക, അതാണ് മനുഷ്യന് ശ്രേയസ്കരം എന്ന് പറയുന്നത്. നമ്മള് നല്ല വലിയ ജീവിതമൊന്നുമല്ല നമ്മുടേത്. വളരെ ചെറിയ ലൈഫാണ് നമ്മുടേത്. ആ ലൈഫ് എന്ന് പറയുന്നത് നല്ല ധീരതയോടുകൂടി ജീവിച്ചിട്ട് തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നത് പോലെ കുറച്ച് സമയത്തേക്കാണെങ്കിലും എന്ത് ചെയ്യണം, ആളിക്കത്തി നല്ല പ്രകാശം നൽകുന്നതായിരിക്കണം. തീപ്പെട്ടി ഒരാൾക്കും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്. പക്ഷെ ആ തീപ്പെട്ടി കുറെ നേരമൊന്നും സ്റ്റേ ബാക്ക് ചെയ്യില്ല. എന്നാലും തീപ്പെട്ടി ഒരാൾ ഒഴിവാക്കില്ല. കുറച്ച് സമയത്തെ വെളിച്ചമാണെങ്കിലും അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് മനുഷ്യന് ശ്രേയസ്കരം എന്ന് പറയുന്നത്. വളരെ നേരം ഉമിത്തി പോലെ പുകഞ്ഞ് കിടക്കാതിരിക്കുക. ശാന്തിയും സമാധാനവും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. ദീർഘകാലം പുകഞ്ഞു കിടക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം അല്പസമയം ആളിക്കത്തുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് കാലം ഇങ്ങനെ സഹിച്ച് ആഹാരം മാറ്റിക്കുക. സഹിച്ച് ആ വൈറ്റ് ഹാരട്ടോട്ടാ സഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഭേദമാണ് എന്ത്, നമ്മള് സ്വയം സമാധാനിക്കപ്പെടുന്നത്. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ തിങ്ങി ഇരിക്കുകയാണ്. ചില ഭാര്യമാര് ഭർത്താക്കന്മാർ അവരെ പറയാത്തതൊന്നുമില്ല, തിരിഞ്ഞു നോക്കില്ല. അവര് സഹിച്ചു മടുത്തിട്ടുണ്ടാവും. ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ, എന്തിനാ ഇങ്ങനെ ഒരു ഭർത്താവ്? നിങ്ങളെ ഒരിക്കൽ പോലും നല്ല വാക്ക് പറയാത്ത, സ്നേഹിക്കാത്ത, ചേർത്ത് പിടിക്കാത്ത ഒരു ഭർത്താവിന്റെ ഷോൾഡറിൽ ഒരു ഭാര്യയ്ക്ക് കിടന്നുറങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ജീവിതം. അയാളുടെ സൗന്ദര്യം, അയാളുടെ സമ്പത്ത്, അയാളുടെ പണം, അയാളുടെ ജോലി, പൊസിഷൻ, ഇതൊന്നും അല്ല വലുത്. ആ ഹൃദയത്തിൽ തലവെച്ച് കിടന്നുറങ്ങാൻ ഒരു ഭാര്യയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവിതം കിട്ടുന്നില്ല എങ്കിൽ പിന്നെ അതിലും വലുത് എന്താ ഉള്ളത്? ഇനി അത് കിട്ടുന്നു എങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷമുള്ള സ്ഥലം ഈ ലോകത്തില്ല. ആ ഒരു സ്ഥാനം നമുക്ക് ഒരു രാത്രി കിടന്നുറങ്ങാൻ തല വെച്ച് എല്ലാം മറന്ന് അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പരാതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതൊന്നും കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? അദ്ദേഹം അങ്ങനെയാണ്, ആ വഴിക്ക് അങ്ങോട്ട് വിടുക. എന്തിനാ അത് ആലോചിച്ച് നീറുന്നത്?
നിങ്ങൾ അടുത്ത ലൈഫ് നോക്കൂ. മീൻസ് അടുത്ത പോയി കല്യാണം കഴിക്കാനല്ല പറയണത് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നോക്കൂ. നിങ്ങൾ മക്കളെ വളർത്തണം, കുടുംബം പുലർത്തണം, ജോലി ചെയ്യണം. ആ ചിന്തയിൽ മുന്നോട്ട് പോകും. അല്ലാതെ നമ്മൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട. അയാൾ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, അയാൾ അത് പറഞ്ഞു, അയാൾ ഇത് പറഞ്ഞു. എന്തിനാ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യണത്? അവരവരെ പാടിന് വിടപ്പാ. അവർ വെള്ളടിക്കേ, 4 കാലിൽ പോവേ, 10 കാലിൽ പോവേ, എഴഞ്ഞു പോവേ, എന്താച്ചാ ചെയ്തോട്ടെ. നമ്മൾ ആ ഭാഗം ചിന്തിക്കേണ്ട. ഉപദേശിക്കാൻ എന്തിനു പോണ്? കുറച്ചു കാലം കഴിഞ്ഞ് ഷോൾഡറൊക്കെ മെലിഞ്ഞ് വയറൊക്കെ വീർത്ത് കഴിഞ്ഞാൽ വരും നമ്മളടുത്തേക്ക് ലിവർ കംപ്ലൈന്റ് ആയിട്ട്. അപ്പം നോക്കാന്നേ, ഇപ്പൊ വിട്ടുകളാ. ഇപ്പൊ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇനി ചില ഭർത്താക്കന്മാർ അവരുടെ അമ്മമാരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരിക്കും. ഭാര്യയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഓക്കെ ആയിക്കോട്ടെ, അയാൾ അടുത്ത വീട്ടിലെ പെണ്ണിന്റെ പിന്നാലെ അല്ലല്ലോ പോയത്, സ്വന്തം അമ്മയുടെ അടുത്തേക്കല്ലേ പോയത്, പോട്ടെന്നേ. കുറെ നാൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെന്നേ. അയാൾ അമ്മേനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ആ ഭാഗത്തെ ചിന്തിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യാ? ഓ ശരി, നല്ല അമ്മയും മോനും, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്ക്. അല്ലാതെ എപ്പം നോക്കിയാൽ അമ്മയുടെ അടുത്ത് പോയി, എപ്പം നോക്കിയാൽ അമ്മയുടെ അടുത്ത് പോയി എന്ന് പറഞ്ഞ് നമ്മൾ തോണ്ടണ്ടെന്ന്. നിങ്ങൾ നിങ്ങളുടെ മകനെ സ്നേഹിക്കി, അവരവരെ മകനെ അമ്മയെ സ്നേഹിക്കട്ടെ. ആ രീതിയിൽ വിട്ടേക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പക്വതപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇനി അടുത്ത വീട്ടിലെ പെണ്ണിന്റെ പിന്നാലെ പോയാലോ, ഓ അത് അതിന്റെ സംസ്കാരം, അത് അങ്ങനെ പോട്ട്. കുറെ നമുക്കൊരാളെ സ്നേഹവും പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? നമ്മളെ ഒരാൾ സ്നേഹിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? അയാൾക്ക് നമ്മളെ വേണമെങ്കിൽ നമ്മളെ സ്നേഹിക്കണം. ഇനി നമുക്ക് കിട്ടാത്ത സ്നേഹം നമ്മൾ തിരിച്ചും കൊടുക്കണ്ട. ചായയും കാപ്പിയും ചോദിച്ചാൽ പറയാം, അയ്യോ അടുത്ത വീട്ടിൽ പോയി ചോദിച്ചോളൂ, അവിടെ കിട്ടുമെന്നറിയാം. അങ്ങ് വിട്ടേക്കണം. കാരണം എന്താ? സ്വന്തം ഭാര്യയേക്കാൾ വലുതല്ല മറ്റൊന്നും ഈ ലോകത്ത്. അത് മനസ്സിലാക്കി തിരിച്ചു വരുന്ന കാലം വരുമ്പോ വരട്ടെ. നമുക്ക് സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, വേദനയുണ്ടാവും, ഹൃദയം പൊട്ടും. എനിക്കത് മനസ്സിലാവും. ഞാനൊരു ഭാര്യയാണ്. പക്ഷേ നമ്മൾ ഹൃദയത്തെ ഇങ്ങനെ സ്ട്രോങ് ആയി പിടിക്കണം. പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രോങ് ആയി നിന്ന് തളരാതെ, കഥ പറഞ്ഞുതരാടാ കണ്ണ, തളരാതെ നമ്മൾ പിടിച്ചു നിന്നാൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. നമ്മുടെ മക്കളുടെ ഭാവി നശിക്കില്ല. മറ്റേതെന്താവെന്ന് പറയാം, നമ്മൾ ചിന്തിച്ച് നമ്മുടെ കോലവും കെട്ട്, രൂപവും കെട്ട്, നമ്മുടെ കോലവും പോയി നമ്മൾ മാനസികമായി തളർന്ന് വേദനിച്ച് ഒന്നും അല്ലാതെയായി പോകും. എന്തിനാ ഇങ്ങനെ ഒരുങ്ങിത്തീരുന്നത്? ആർക്ക് വേണ്ടിയിട്ട്? അങ്ങനെ ഒരുങ്ങിത്തീർന്നിട്ട് ആരെങ്കിലും നമ്മളെ വന്ന് നോക്കുമോ? ഈ പോയ ഭർത്താവ് നമ്മളടുത്തേക്ക് വരുമോ? നമ്മളെ മക്കൾ വരുമോ? ആരും വരില്ല. സ്വയം ഇല്ലാതായി പോവും. അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? ജ്വലിച്ചു വരണം, ജ്വലിച്ചുയരണം നമ്മൾ. അപ്പൊ എന്തായി? യോ അവളിതേ എവിടെയോ എത്തുന്നു, ഞാൻ ഇങ്ങനെ നടക്കുന്നു. ആ ചിന്ത ഏതൊരു വ്യക്തിയിലും വരും. നമ്മളെ തഴഞ്ഞവർക്ക് മുമ്പിൽ ഒരിക്കലും തലകുനിക്കരുത്. നമ്മളെ അധിക്ഷേപിച്ചവർക്ക് മുൻപിൽ അന്തസ്സോടുകൂടി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം. നമ്മളെ ഒറ്റപ്പെടുത്തിയവർക്ക് മുമ്പിൽ വീരമായിരിക്കുന്ന പുഞ്ചിരിയോടുകൂടി നമ്മൾ നിൽക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതം. മനസ്സിലാവുന്നത്? അല്ലാണ്ട് തലയും കുനിച്ച് കരഞ്ഞ് ഒന്നുമല്ല എന്നുള്ള ഭാവത്തില് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. മനസ്സിലായില്ലേ? ഒരാൾ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരും തമ്മിൽ വ്യത്യാസം വരില്ലല്ലോ. ഒരാൾ ചെയ്യുന്ന പോലെ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വാട്ട് ഈസ് നെക്സ്റ്റ്? ഒരാൾ മരിച്ചു പോയി എന്ന് ഓർത്തിട്ട് നമുക്ക് മരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അയാൾ അങ്ങനെ പോയി എന്ന് ഓർത്തിട്ട് നമ്മളും ആ വഴി പോകേണ്ട കാര്യമില്ല. നമ്മൾ ധീരമായിട്ട് മുന്നോട്ട് പോവാ. നമ്മളെ അപമാനിച്ചവർക്ക് മുമ്പിൽ നമ്മൾ പുഞ്ചിരിയോടുകൂടി നിൽക്കണം. നമ്മളെ ഒരാളെ അപമാനിച്ചാൽ 4 പേര് നമ്മളെ അഭിമാനത്തോട് നോക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. മനസ്സിലായില്ലേ? ഒരാൾ നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ 10 പേര് നമ്മളെ കൂടെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. അല്ലാതെ എല്ലാം പോയി എന്നും പറഞ്ഞിട്ട് വായം പൊളിച്ച് മേലോട്ട് നോക്കിയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കരുത്. അടുത്തത് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ജീവിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. കാരണം ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ട്. എനിക്കുള്ള കഴിവ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്കുള്ള ഒരു കഴിവ് എനിക്കും ഉണ്ടാവില്ല. ആരും കഴിവ് കെട്ടവരായി ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അവനവന് ഓരോ അഭിരുചികളുണ്ട്. മനസ്സിലായില്ലേ? ആ അഭിരുചികളിലൂടെ നമ്മൾ വളരണം. മനസ്സിലാവുന്നുണ്ടോ? എന്താണോ നമ്മൾക്കുള്ളിൽ ഈശ്വരൻ തന്ന കഴിവ്, ആ കഴിവ് മനസ്സിലാക്കി നമ്മൾ വളരണം. എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓരോ കഴിവുകൾ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ജീവിക്കാൻ സാധിക്കണം ഓരോ സ്ത്രീകൾക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദോഷമാവ് അരച്ച് വിറ്റിട്ടാണെങ്കിലും ജീവിക്കാൻ സാധിക്കണം. ഇത് കിട്ടിയാലേ ഇങ്ങനെയാവും എന്നൊന്നും ചിന്തിക്കാനേ പാടില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഒന്നുമില്ലെങ്കിൽ സ്വന്തം വീട്ടിന്റെ മേളിൽ ഒരു 10 ഗ്രോ ബാഗ് വെച്ചിട്ട് ചീരകൃഷി നടത്തിയിട്ടെങ്കിലും ജീവിക്കണം. അന്തസ്സായിട്ടുള്ള എന്ത് ജോലിയും ചെയ്ത് നമ്മൾ ജീവിക്കണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരാൾക്ക് മുമ്പിലും തല കുനിച്ചുള്ള രീതിയിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. ആ ജീവിതം നമുക്ക് വേസ്റ്റാണ്. അവിടെ നമ്മൾ തോൽവി സ്വയം വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ തോറ്റ് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല.
ശത്രുവായാലും മിത്രമായാലും കൃതജ്ഞനായാലും ആരായാലും എല്ലാവരോടും തരം പോലെ സന്ദർഭത്തിനൊത്ത് നമ്മൾ പെരുമാറണം. ആരുമായിക്കോട്ടെ, ശത്രു ആയിക്കോട്ടെ, മിത്രമായിക്കോട്ടെ, നമുക്ക് നന്ദിയുള്ളവരായിക്കോട്ടെ, നമ്മളോട് നന്ദി കാണിക്കുന്നവരാകട്ടെ, ആരായാലും അവരോടെല്ലാം ശ്രീല പ്രഭുപാജി അങ്ങനെയായിരുന്നു. സാഹചര്യത്തിനനുസരിച്ച്, ആ അവസ്ഥയ്ക്കനുസരിച്ച്, നമ്മൾക്ക് കിട്ടിയ അനുഭവങ്ങൾക്കനുസരിച്ച് നമ്മൾ പെരുമാറണം. അല്ലാണ്ട് എല്ലാവരോടും സ്ഥായിയായ ഒരു ഭാവം സ്വീകരിക്കുന്നത് ആർക്കും കഴിയൂല്ല. അങ്ങനെ ആരും സ്വീകരിച്ചിട്ട് കാര്യവും ഇല്ല. മനസ്സിലാവുണ്ടോ? ഉള്ളിലൊന്ന് പുറമെ മറ്റൊന്ന് വെക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമുക്കൊരാളോട് ദേഷ്യമാണെങ്കിൽ എന്തേ ആയിക്കോട്ടെ, ശരിയെന്നാ, ഓക്കെ, ഞാൻ അങ്ങനെയാണ്. ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും എന്താടാ വിശേഷം, എവിടെയാണ്, എങ്ങനെയാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. നമ്മൾ ആരോടും ഒരു ഇത് വെക്കേണ്ട കാര്യമില്ല. നമ്മളുടെ വികാരം എന്താണോ ആ വികാരം മാന്യതയോടുകൂടി നമ്മൾ കാണിക്കുക. ദേഷ്യമാണെങ്കിൽ നമ്മൾ ഒരു പടി പിന്നോട്ട് നിൽക്കുക. ഇനി ദേഷ്യമല്ല എങ്കിൽ സ്നേഹത്തോടെ അവരോട് ഇടപെടുക. നന്ദിയുള്ള ഒരു വ്യക്തിയോട് ബഹുമാനത്തോടു കൂടി പെരുമാറുക. നന്ദി ഇല്ലാത്തവരോട് ആയിക്കോട്ടെ നിസ്സംഗതയോടുകൂടി പെരുമാറുക. അങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്. തൻ്റെ ശത്രുവിൻ്റെയും ബലാബലങ്ങളെ പറ്റി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്കൊരു ശത്രു ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, സാഹചര്യങ്ങൾ കൊണ്ടാണ് പലരും പല ശത്രുക്കളായി മാറുക. അവരുടെ ബലത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അല്ലാതെ അവരോട് ഏറ്റുമുട്ടാൻ പോകാനോ അവരെ വെല്ലുവിളിക്കാൻ പോകാനൊന്നും പോകേണ്ട കാര്യമില്ല. ശത്രുവിൻ്റെ ദൗർബല്യം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. ഒരു ശത്രുവിന് എന്താണോ കുറവ് അത് നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ ഒരിക്കലും നമ്മൾ അധികാര മനോഭാവത്തോടു കൂടി ധിക്കാര ഭാവത്തോടു കൂടി നമ്മൾ പെരുമാറാൻ പാടില്ല എന്നാണ് പറയുന്നത്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ ശത്രുവിനെ മേൽ ചാടി വീണ് ശത്രുവിനെ നശിപ്പിക്കണം. അതൊക്കെ രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇതും കേട്ടോണ്ട് അടുത്ത വീട്ടുകാരെ മേലേക്ക് ചാടി വീണ് അവരെ നശിപ്പിക്കാൻ വേണ്ടി ആരും ഉറക്കത്തി എണീച്ച് ഓടരുത്. ശത്രുവിന്റെ കൂട്ടുകാരെയും നിശേഷം നശിപ്പിക്കണം, ശത്രുക്കളെ ബാക്കി വെക്കരുത്. ഇതൊക്കെ രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഋണശേഷ മഗ്നിശേഷം ശത്രുശേഷം തദൈവച പുനഃ പുനഃ പ്രവർത്തന്തേ തസ്മാശേഷം ന ധാരയേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടം, അഗ്നി, ശത്രു പിന്നെയും വർദ്ധിച്ചു വരും. കടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ശത്രുക്കളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അഗ്നിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവയെ ഒട്ടും ബാക്കി വെക്കരുത്. മനസ്സിലായി? കടമുണ്ട് എങ്കിൽ 1 രൂപ കടമില്ലാതെ എല്ലാ കടവും നമ്മൾ തീർക്കണം. ഒരു ശത്രുവിനെയെങ്കിലും ബാക്കി വെച്ചാൽ അതിൽ നിന്ന് പൊട്ടിമുളയ്ക്കും. പിന്നെ അഗ്നി കത്തി തീർന്നു കഴിഞ്ഞാൽ ഒരിത്തിരി പുക അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുകഞ്ഞു കത്തും. അപ്പൊ ഇത് നമ്മൾ വളരെയധികം ജീവിതത്തിൽ ശ്രദ്ധിക്കണം. കടം വാങ്ങാൻ തീർച്ചപ്പെടുത്തിയാൽ പലിശയുടെ പലിശയുമായി ക്രമേണ വർദ്ധിച്ചു വരും. മനസ്സിലാവുണ്ടോ? കടം വാങ്ങണമെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പലിശയുടെ പലിശയും കൂട്ടുപലിശയും നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും. തീയും അതുപോലെ. ചെറിയൊരു തീപ്പരിയാണെങ്കിലും അത് കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടുതീ പോലെ അതങ്ങ് വരും. വ്യാധിയും ശത്രുവെല്ലാം ഉപേക്ഷ വിചാരിച്ചാൽ വർദ്ധിച്ചു വരും. അതും മനസ്സിലാക്കണം. അതുകൊണ്ട് അവയൊന്നും ബാക്കി വെക്കരുത്. ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. ഒരു രാജാവ് കഴുകനെ പോലെ സൂക്ഷ്മദ്രാക്കാക്കണം. രാജാവ് എപ്പോഴും നല്ല സൂക്ഷ്മതയോട് കൂടിയിരിക്കണം. നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്താണ് സൂക്ഷ്മതയോടുകൂടി വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ. നായയെ പോലെ നമ്മൾ മണത്തറിഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കും നേരം വെളുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, രാത്രിയാവുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. അല്ല, നമ്മുടെ ജീവിതത്തെ നമ്മൾ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഒരു നായയെ പോലെ നമ്മുടെ ജീവിതം നമ്മൾ മണത്തറിഞ്ഞുകൊണ്ടേയിരിക്കണം. സിംഹത്തെ പോലെ എന്താ പറയാ, ഒരുങ്ങി നിൽക്കണം. എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ചാടി വീഴും നമ്മുടെ മേലെ ആരായാലും. അത് നമ്മൾ ശ്രദ്ധയോടുകൂടിയിരിക്കണം. കാക്കയെ പോലെ ആരെയും സംശയിക്കണം. നമ്മളോട് അടുക്കുന്നവരാരായാലും ശരി, അവരെ നമ്മൾ സംശയിക്കണം. ഒരു കാക്കയെ പോലെ ആയിരിക്കണം. നമ്മളോട് എത്ര സ്നേഹം കാണിക്കുന്നവരാണെങ്കിലും അവരെ നമ്മൾ 1% ഒന്ന് സംശയിക്കണം. പാമ്പിനെ പോലെ കൊത്തിക്കൊല്ലണം. ഇത് ആരുടെയും ജീവൻ എടുക്കാനല്ല പറയുന്നത്. അവരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യേണ്ടത്. ആരെയും ഭയപ്പെടാൻ പാടില്ല. ഈ മട്ടിലുള്ള രാജാവിന് വിജയമുണ്ടാവുന്ന പറയുന്നത്. സൗവീര രാജാവ് ഭരദ്വാജൻ പറഞ്ഞതെല്ലാം കേട്ട് അതുപോലെ പ്രവർത്തിച്ചു, അതുപോലെ വിജയവും നേടി എന്നാ പറയുന്നത്. വിശ്വാമിത്ര ചണ്ഡാള സംവാദം. വിശ്വാമിത്രനും ചണ്ഡാളനും തമ്മിലുള്ള സംസാരത്തെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. പിന്നെ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, പിതാമഹ, ലോകത്തിൽ ധർമ്മമില്ലാതെ അധർമ്മം വർദ്ധിക്കുമ്പോൾ എല്ലാ സത്കർമ്മങ്ങളും നശിച്ച് ദുഷ്കർമ്മങ്ങളെല്ലാം നടമാടുമ്പോൾ
മേഘങ്ങളൊന്നും വർഷിക്കാതെ ദുർഭിക്ഷം കൊണ്ട് ജനങ്ങളെല്ലാം കഷ്ടപ്പെടുമ്പോൾ, കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ വർദ്ധിക്കുമ്പോൾ, ഉപജീവനത്തിന് ഒരു വകയില്ലാതെ ജനങ്ങൾ വിഷമിക്കുമ്പോൾ വിപ്രന്മാർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത്? ധർമ്മം നിലനിർത്താൻ സാധിക്കാതെ വരുന്ന സമയത്ത് ആ അവസ്ഥയിൽ രാജാവ് എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഭീഷ്മര് പറയാണ്, രാജാവേ, നാട്ടിൽ സുഭിക്ഷവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാവുന്നത് രാജാവിനെ ആശ്രയിച്ചിട്ടാണ്. രോഗങ്ങളും അകാല മരണവും ഒക്കെ ഉണ്ടായിത്തീരുന്നതും രാജഭരണത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കുമ്പോഴാണ്. നല്ല രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികമായിരിക്കുന്ന നല്ല ഭരണം കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ വീടുകളിലെ കാര്യങ്ങൾ ഓർത്താൽ മതി. ഇത് രാജ്യത്തിന്റെയാ പറയണത്. ആ വീട് ഭരിക്കുന്ന വ്യക്തി കൃത്യമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എങ്കിൽ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാ പറയുന്നത്. ജീവിതവും എന്താ പറയാ, കുടുംബവും ജോലിയും ഒക്കെ കൃത്യതയോടുകൂടി മടിയൊന്നും ഇല്ലാതെ കൊണ്ടുപോവാണെങ്കിൽ എല്ലാം കൃത്യമായിരിക്കും. നാട്ടിന് ദോഷകരമായിരിക്കുന്ന കാലം വന്നു ചേർന്നാൽ സ്വന്തം മനോധർമ്മം അനുസരിച്ച് ജീവിക്കേണ്ടി വരും. വിശ്വാമിത്രന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. പണ്ട് തേത്രായുഗം അവസാനിച്ചിട്ട് ദ്വാപര യുഗം ആരംഭിക്കുന്ന ഒരു കാലത്ത് യുഗസന്ധിയിൽ 12 വർഷം ഭൂമിയിൽ മഴ പെയ്യാതിരുന്നു. എന്താണ്? ഇവിടെയാണെ മഴയില്ല. പണ്ട് തേത്രായുഗം അവസാനിച്ച് ദ്വാപര യുഗം തുടങ്ങുന്ന കാലത്ത് ആ രണ്ടിന്റെയും നടുക്ക് വരുന്ന സമയത്ത് യുഗസന്ധി എന്നാ പറയാ. 2 യുഗത്തിന്റെയും നടുക്ക് വരുന്ന സമയം യുഗസന്ധിയാണ്. ആ സമയത്ത് 12 വർഷം ഭൂമിയിൽ മഴ പെയ്യാതിരുന്നു. പുഴകളെല്ലാം വറ്റി വരണ്ടുപോയി. കുളങ്ങളിലും കിണറുകളിലും ഒന്നും വെള്ളമില്ല. സസ്യങ്ങളെല്ലാം ഇങ്ങനെ വാടി തളർന്നിരുന്നു. ഭൂമി മുഴുവൻ ഒരു ചുടല പോലെയായി, ചുടലക്കാടായി മാറി. മനുഷ്യരൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാതെ വിഷമിച്ചു. തമ്മിൽ പിടിച്ചു തിന്നാൻ തുടങ്ങി മനുഷ്യന്മാര്. അത്രയും ദുരിതമായി നാട്ടില്. വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്തു? ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി ഒരു ഗത്യന്തരവും ഇല്ലാതെ ആശ്രമമൊക്കെ ഉപേക്ഷിച്ചിട്ട് വിശന്ന് വലഞ്ഞ് പല 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 സ്ഥലങ്ങളിലും ഇങ്ങനെ ചുറ്റി നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് കാട്ടിലെ മൃഗങ്ങളെ കൊന്നു തിന്നുന്ന പറയന്മാർ താമസിക്കുന്ന ഒരു തെരുവിൽ ഈ വിശ്വാമിത്ര മഹർഷി എത്തിച്ചേർന്നു. പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും പലരോടും പലതും ചോദിച്ചിട്ടും അദ്ദേഹത്തിന് ഭക്ഷണം ഒന്നും കിട്ടിയില്ല. അങ്ങനെ തളർന്ന് ഒരു പറയന്റെ ചാളയുടെ അടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യാ? ഈ ചാളയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മോഷ്ടിക്കുന്നതിലും ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തണമല്ലോ, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആലോചിച്ച് ഒരു പഴുതിൽ കൂടി അകത്തേക്ക് നോക്കിയപ്പോ ഒരു നായയെ കൊന്ന് കെട്ടി തൂക്കിയിരിക്കുന്നതാണ് വിശ്വാമിത്ര മഹർഷി കാണുന്നത്. ആ ചാളയിലാണെങ്കിലോ ഒരു പറയൻ ഉറങ്ങുകയാണ് കിടന്നിട്ട്. അദ്ദേഹം ആ ചാളയിൽ കിടന്നുറങ്ങുന്ന പറയൻ നന്നായി ഉറങ്ങുന്നത് വരെ കാത്തിരുന്നു. അർദ്ധരാത്രിയായി. പറയൻ കൂർക്കം വലിച്ചുറങ്ങുന്നത് വിശ്വാമിത്ര മഹർഷി പതുക്കെ കണ്ടു. എന്നിട്ടോ മെല്ലെ എഴുന്നേറ്റ് ആ ചാള എന്ന് പറയുന്ന വീടാണ്, ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കേറിയിട്ട് ആ കൊന്ന് കെട്ടിത്തൂക്കിയ നായയുടെ മാംസം എടുക്കാൻ തുടങ്ങിയപ്പോ ഉടനെ ശബ്ദം കേട്ടിട്ട് പറയൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ശബ്ദിച്ചു. ആരാണ് അകത്ത് കടന്ന് പട്ടിയുടെ പൃഷ്ഠം പിടിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇപ്പൊ തന്നെ നിന്റെ കഥ ഞാൻ കഴിക്കുന്നു പറഞ്ഞു. വിശ്വാമിത്ര മഹർഷി അങ്ങ് പേടിച്ചു. നാണക്കേട് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വാമിത്രനാണ്, മഹാശയ, എന്നെ നീ കൊല്ലല്ലേ. വിശന്നു വലഞ്ഞ് ഒരു നിവർത്തിയില്ലാതെയാണ് ഞാനിവിടെ എത്തിയത്. എന്തെങ്കിലും തിന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള അവസ്ഥയിലാണ്. എന്നോട് നീ ക്ഷമിക്കണേ. ഇത് കേട്ട ഉടനെ നല്ല ശുദ്ധാത്മാവായിരിക്കുന്ന പറയൻ ചാടി എണീറ്റ് ബഹുമാനത്തോടു കൂടി അടുത്ത് വന്നിട്ട് ചോദിച്ചു, ബ്രാഹ്മണ, അങ്ങ് എന്താ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട്? ഉടനെ വിശ്വാമിത്രം പറഞ്ഞു, എടോ പറയാ, ഞാൻ വിശന്നു ചാകാറായിരിക്കുകയാണ്. ആരും എനിക്ക് ഭക്ഷണം തന്നില്ല. അപ്പോഴാണ് ഈ ചാളയ്ക്കുള്ളിൽ നായയുടെ പൃഷ്ഠഭാഗത്തുള്ള മാംസം തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടത്. അതെടുക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഈ സമയത്ത് കട്ടെടുക്കുന്നത് ദോഷമായിട്ട് ഞാൻ കാണുന്നില്ല. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല.
വിശപ്പ് കൊണ്ട് എൻ്റെ നാണക്കേടെല്ലാം പോയി. അത് കേട്ടപ്പോ ആ ചണ്ടാളം പറയാണ്, അല്ലയോ ബ്രാഹ്മണ, അങ്ങ് ഈ അധർമ്മം ചെയ്യാൻ പാടില്ല. കുറുക്കനേക്കാൾ മോശമാണ് നായ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. നായയുടെ ദേഹത്തിൽ നിന്നും ഏറ്റവും അധമമാണ് ഈ പൃഷ്ഠ. മാത്രല്ല, ഒരു പറയന്റെ ചാളയിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേറെ നാണക്കേടാണ്. ഇതൊന്നും ഒരിക്കലും ധർമ്മത്തിന് ചേർന്നതല്ല. പ്രാണരക്ഷയ്ക്ക് അങ്ങയുടെ ജീവൻ നിലനിർത്താൻ വേറെ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കൂ. അങ്ങയുടെ തപസ്സിനും ധർമ്മത്തിനെല്ലാം വിരുദ്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങ് ചെയ്യരുത്. പറയന്റെ ധർമ്മോപദേശമൊന്നും വിശ്വാമിത്രന്റെ തലേ കയറുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഹല്ലയോ മഹാശയ, നീ പറയുന്നതെല്ലാം ശരി തന്നെ. പക്ഷെ നീ ഈ പറയുന്ന ധർമ്മം നിലനിൽക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ജീവൻ വേണ്ടേ? എൻ്റെ ശരീരം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഈ ധർമ്മം നിലനിർത്താൻ പറ്റൂ. ശരീരം ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ധർമ്മം നിലനിർത്താൻ പറ്റും എന്ന് ചോദിച്ചു. യഥായഥൈവ ജീവേതി തത്കർത്താവ്യമഹേലയാ ജീവിതം മരണാശ്രയേ ജീവൻ ധർമ്മവാപ്നുയാൽ എന്നാ പറയുന്നത്. ജീവൻ നിലനിർത്താനുള്ള വഴിയാണ് ആദ്യം നോക്കേണ്ടത്. ജീവിച്ചിരിക്കുകയാണെങ്കിൽ പാപപരിഹാരവും ചെയ്യാലോ. ജീവൻ ഉണ്ടെങ്കിലല്ലേ ധർമ്മം നോക്കാൻ പറ്റൂ. ധർമ്മം നോക്കണമെങ്കിൽ ജീവൻ നിലനിർത്തണ്ടേ. ജീവൻ നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ പാപപരിഹാരമൊക്കെ ചെയ്യാലോ. ധർമാനുഷ്ഠാനമൊക്കെ പിന്നെ ജീവൻ ഉണ്ടെങ്കിൽ സാധിക്കില്ലേ. അതുകൊണ്ട് മരണത്തേക്കാൾ ശ്രേയസ്കരമാണ് ജീവിതം. അതുകൊണ്ട് നീ പെന്നെ തടയല്ലേ പറയാ എന്ന് പറഞ്ഞു. വിശ്വാമിത്രനെ തടഞ്ഞുകൊണ്ട് വീണ്ടും ചണ്ടാളൻ പറയാണ്, ബ്രാഹ്മണർക്ക് കഴിക്കാൻ പാടില്ല നായയുടെ സാധനങ്ങളൊന്നും. എന്താ ഈ പറയണേ അങ്ങ്? ബ്രാഹ്മണന്മാർ കഴിക്കരുത്. അപഥ്യമായിരിക്കുന്ന ഭക്ഷണം കഴിച്ച് ചാകാൻ ഇടയാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങ് വേറെന്തെങ്കിലും നേടാൻ ശ്രമിക്കൂ. 3 വർണ്ണങ്ങൾക്കും മാതൃകയാവേണ്ട ഒരാളല്ലേ ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ തന്നെ ഇങ്ങനെ പെരുമാറിയ പിന്നെ സമുദായങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുക? ബ്രാഹ്മണന്മാർ തെറ്റ് ചെയ്യരുത്. സമുദായത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് വിശപ്പടക്കിയിട്ട് മഹത്വത്തെ പ്രാപിക്കൂ. അകൃത്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ബ്രാഹ്മണന്മാര്. വിശ്വാമിത്രൻ വീണ്ടും പറയാണ്, എടോ പറയാ, എനിക്ക് എങ്ങനെങ്കിലും ജീവിക്കണം. അതിനിപ്പോ ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. അത് പാപമാണെങ്കിൽ പിന്നീട് ഞാൻ പ്രായശ്ചിത്തം ചെയ്ത് പരിശുദ്ധി നേടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. നായയുടെ മാംസം തിന്നിട്ടാണെങ്കിൽ എനിക്ക് ജീവിക്കണം. തിന്നാതെ മരിക്കുന്നതാണോ നല്ലത്, തിന്നിട്ട് ജീവിക്കുന്നതാണോ നല്ലത്? ആയുസ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിത് എടുത്ത് തിന്നാൻ തന്നെ തീരുമാനിച്ചു. വെള്ളം വേറെയും കിട്ടാനുണ്ട്, തിന്നാനുള്ളത് എവിടെയും കിട്ടാനില്ല. ചണ്ടാളനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ്. വിശ്വാമിത്രൻ എന്ത് ചെയ്തു? ആ നായയുടെ മാംസം എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോയി പാകം ചെയ്ത് ദേവന്മാരെ വിധിപ്രകാരം ഹോമിച്ച് തൃപ്തരാക്കി. ഹോമാനം കൊണ്ട് ദൈവം പിത്ര്യം എന്നീ കർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃദേവതകളെയൊക്കെ സ്തുതിച്ച് ഇന്ദ്രൻ സന്തുഷ്ടനായ ആകാശത്ത് നിന്ന് മഴ അങ്ങ് പെയ്യിച്ചു. ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് ധാരാളം ധാന്യങ്ങൾ അങ്ങ് വളർന്നു വന്നു. വിശ്വാമിത്രൻ തപസ്സുകൊണ്ട് പാപം നീക്കിയവനായി അത്ഭുതകരമായ സിദ്ധിയും നേടി. ഇങ്ങനെ ആപത്ത് കാലത്ത് ജീവനെ രക്ഷിക്കാൻ എല്ലാ ഉപായങ്ങളെ കൊണ്ടും ശ്രമിക്കണം എന്നാ പറയുന്നത്. അതിലുള്ള ധർമാധർമ്മങ്ങളെ പറ്റി സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചറിഞ്ഞ് ധൈര്യത്തോടെ പ്രവർത്തിക്കണം. അതായത് ആപത്ത് കാലം വരുമ്പോൾ നമ്മൾ ധർമാധർമ്മങ്ങളെ ഏത് രീതിയിൽ നിലനിർത്തണം എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ വിശ്വാമിത്രൻ എന്താ ചെയ്തത്? അദ്ദേഹം കഴിക്കല്ല ചെയ്തത്, അദ്ദേഹം അത് ദൈവങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സമർപ്പിച്ച് പൂജാദികളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. അപ്പൊ പറയുന്നത് അതിലുള്ള ധർമാധർമ്മങ്ങളെ പറ്റി സ്വന്തം ബുദ്ധി വെച്ച് ആലോചിക്കണം, അല്ലാതെ ചാടി വീണ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യരുത് എന്നാ പറയുന്നത്. വ്യാധനും കബോധ ദമ്പതികളും അടുത്ത കഥ. പിന്നീട് ധർമ്മപുത്രന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണാഗതന്മാരെ എങ്ങനെ സംരക്ഷിക്കണം എന്നായിരുന്നു ചോദ്യം. അതിന് മറുപടിയായിട്ട് ഭീഷ്മര് പറഞ്ഞു കൊടുക്കുന്നത് വ്യാധന്റെയും കബോധ ദമ്പതികളുടെയും കഥയാണ്. ശിബിയെ പോലെയുള്ള മഹാത്മാക്കൾ ശരണാഗതന്മാരെ, അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നവരെ ഒരുപാട് സംരക്ഷിച്ച് സിദ്ധി നേടിയിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. സുപ്രസിദ്ധമാണ് ശിബി മഹാരാജാവിന്റെ ഒക്കെ കഥ.
അതുപോലെ വിശേഷ ബുദ്ധിയില്ലാത്ത പക്ഷികൾ കൂടി ധർമാചരണത്തിൽ തൽപരായി സ്വർഗം പ്രാപിച്ചിട്ടുണ്ട്. പണ്ട് ക്രൂരനും പരഹിംസയിൽ, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരില് ഇഷ്ടമുള്ള ഒരു വേടൻ, ക്രൂരനായിരിക്കുന്ന മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ മാത്രം ജീവിക്കുന്ന ഒരു വേടൻ പക്ഷികളെയും മൃഗങ്ങളെയും കൊന്നു തിന്ന് ഒരു വലിയ കാട്ടിലിങ്ങനെ ജീവിക്കുകയായിരുന്നു. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. സജ്ജനങ്ങൾ എല്ലാവരും അവനെ അങ്ങ് ഉപേക്ഷിച്ചു. ഇവനാള് ശരിയല്ല, ഇവനെല്ലാരെയും ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞിട്ട്. നരപ്പാപ സമാചാരാസ്തക്തോവ്യോ ദൂരദോ ബുദ്ധൈ ആത്മാനാം യോഭിസന്തതേ സോനാന്യ സാത്കദം ഹിതഃ. ബുദ്ധിമാന്മാർ പാപികളെ ദൂരെ ഉപേക്ഷിക്കണം. ബുദ്ധിയുള്ളവരെന്താ ചെയ്യുന്നത്? തെറ്റ് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോണം. അവരെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കരുത്. ആത്മവഞ്ചന ചെയ്യുന്നവരാണെങ്കിലോ മറ്റുള്ളവർക്ക് ഹിതകാരിയാകുന്ന പറയുന്നത്. അതുകൊണ്ട് ബന്ധുമിത്രാദികളാൽ സംത്യക്തനായിരിക്കുന്ന അവൻ ഏകാഗിയായി അലഞ്ഞു നടന്നു. ആര്? ഈ വേടൻ. ബന്ധുമിത്രാദികളെല്ലാം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. ഒരിക്കല് ആ കാട്ടില് ഭയങ്കരമായ ഒരു കാറ്റും മഴയും വന്നു. ഈ വേടൻ താമസിക്കുന്ന കാട്ടില് എന്തു ചെയ്യണം എന്നറിയാതെ വേടൻ ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നപ്പോ അവിടെ ഒരു പക്ഷി, ഒരു പെൺപക്ഷി തണുത്ത് വിറച്ച് വീണ് കിടക്കുകയാണ് ആ മഴയത്ത്. ഉടനെ അവൻ അതിനെ എടുത്ത് തന്റെ കൂട്ടിലിട്ട് ചുറ്റും നോക്കിയപ്പോ അടുത്ത് തന്നെ ഒരു വലിയ മരം കണ്ടു. അതിന്റെ ചുവട്ടിൽ പോയി മുണ്ട് വിരിച്ച് കിടന്നു ഈ വേടൻ. കിടക്കുമ്പോ മേലോട്ട് നോക്കിയിട്ട് ഈ വേടൻ പറയാണ്, ദേവതകളെ, ഞാൻ ഇന്ന് ഈ മരത്തെ ശരണം പ്രാപിക്കുന്നു, രക്ഷിക്കണേ. അതും പറഞ്ഞ് ആ വേടൻ അവിടെ കിടന്നുറങ്ങി. ആ മരത്തിന്റെ മുകളില് നല്ല വിചിത്രമായിരിക്കുന്ന, വ്യത്യസ്തമായിരിക്കുന്ന ചിറകോട് കൂടിയ ഒരു പക്ഷി കുറേ കാലങ്ങളായിട്ട് കൂട് കെട്ടി താമസിക്കായിരുന്നു. അതിന്റെ ഭാര്യ അന്ന് രാവിലെ ഇര തേടി പോയതാണ്. പക്ഷെ സന്ധ്യയായിട്ടും തിരിച്ചു വന്നില്ല. അത് കണ്ട് വിഷമിച്ചായ ആൺപക്ഷി ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്താ കരയണേന്നറിയോ? അയ്യോ, എന്റെ ഭാര്യ ഇനിയും മടങ്ങി വന്നില്ലല്ലോ. ഈ കാറ്റും മഴയും വന്നപ്പോ അവൾ എവിടെങ്കിലും തണുത്ത് വിറച്ച് വീണു പോയോ? മഴയെല്ലാം കഴിഞ്ഞിട്ടും അവൾ മടങ്ങി വരാത്തത് എന്തായിരിക്കാം? അവളില്ലാത്തത് കൊണ്ട് എൻ്റെ ഈ വീട്ടിലൊരു അച്ഛൻ അനക്കൊന്നുമില്ല, ഞാൻ ഒറ്റപ്പെട്ട പോലെയായി. അവൾ എവിടെ പോയി എന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പതിവ്രത പതിഗതി പതിപ്രിയ ഹിതേ രഥ യസ്യ സ്യാത് താദൃശീ ഭാര്യാ ധന്യാ സപുരുഷോ ഭുവി. പതിവ്രതയും ഭർത്താവിനെ ശരണമായി വിചാരിക്കുന്നവളും ഭർത്താവിന് ഇഷ്ടം ചെയ്യുന്നതിൽ ഇഷ്ടമുള്ളവളുമായ ഭാര്യയുള്ളപ്പോൾ ഞാൻ സന്തോഷവാനായിരുന്നു. അങ്ങനെയുള്ള ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്തുകൊണ്ടാണ് അവൾ ഇപ്പോഴും വരാത്തത്? ഇനി എന്നെ ആര് സഹായിക്കും എന്നിങ്ങനെ ആലോചിച്ച് കരയാണ് ആര്? ഈ ആൺപക്ഷി. തഥാ രോഗാഭിഭൂതസ്യ നിത്യം കൃച്ഛഗതസ്യ ച നാസ്തി ഭാര്യാ സമം കിച്ചിന്നരസ്യാർത്ഥസ്യാഭേദശം. നാസ്തി ഭാര്യാ സമോ ബന്ധുർനാസ്തി ഭാര്യാ സമാഗതി നാസ്തി ഭാര്യാ സമോ ലോകേ സഹായുധർമ്മോ സംഗ്രഹേ. മനുഷ്യന് വിഷമങ്ങൾ വരുമ്പം, രോഗം വരുമ്പോൾ സമാധാനിപ്പിക്കാൻ ഭാര്യയെ പോലെ മറ്റൊരാളില്ല എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ദുഃഖം വരുമ്പോഴും ദുരിതം വരുമ്പോഴും രോഗം വരുമ്പോഴും മനുഷ്യനെ ഭാര്യയേക്കാൾ വലുതായിട്ട് ആരും സമാധാനിപ്പിക്കാനില്ല. ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിട്ട് പോയിരിക്കുകയാണ്. ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ, ഒന്നും ഇല്ലാത്തവൻ. ഇതാരാ പറയുന്നത്? നമ്മുടെ ഈ ആൺപക്ഷി പറയാണ്. ഇങ്ങനെ ആ ആൺപക്ഷിയായ ഭർത്താവ് പലതും പറഞ്ഞ് കരഞ്ഞ് 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 നിലവിളിക്കുന്നത് വേടന്റെ കൂട്ടിൽ കിടക്കുന്ന പെൺപക്ഷി കേട്ടു. ഈ വേടന്റെ കൂട്ടിന്റെ അകത്ത് വേടൻ പിടിച്ചിട്ടിരിക്കുകയാണ് ഈ പെൺപക്ഷി. വേടന്റെ കൂട്ടിൽ കിടക്കുന്ന പെൺപക്ഷി കേട്ടു. ഭർത്താവിന് തന്നോടുള്ള ആ സ്നേഹത്തെ ഓർത്ത് പെൺപക്ഷി ഒരുപാട് സന്തോഷിച്ചു. കൂട്ടിലിരുന്നു കൊണ്ട് തന്നെ ആ പെൺപക്ഷി പറയാണ്, അല്ലയോ പ്രാണനാഥ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ അസ്വതന്ത്രയാണ്, എനിക്കിപ്പോൾ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരാത്തത്. എങ്ങനെയായാലും അങ്ങ് ഒരു കാര്യം ചെയ്യണം. ശരണാഗതന്മാരെ രക്ഷയായാലും അങ്ങ് ഒരു കാര്യം ചെയ്യണം. ശരണാഗതന്മാരെ രക്ഷിക്കേണ്ടത് ഗൃഹസ്ഥരുടെ ധർമ്മമാണ്. ഒരു അഭയം ചോദിച്ച് നമ്മുടെ അടുത്ത് ഒരാൾ വന്നാൽ അവരെ രക്ഷിക്കുക എന്ന് പറയുന്നത് കുടുംബത്തിൽ പിറന്നവരുടെ ഒരു മര്യാദയാണ്. ഇതാ ഒരു വേടൻ വിശന്ന് വലഞ്ഞ് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്.
അയാളെ സഹായിക്കേണ്ടതും സൽക്കരിക്കേണ്ടതും ഗൃഹസ്ഥനായ അങ്ങയുടെ ധർമ്മമാണ്. ശരണാഗതന്മാരെ രക്ഷിച്ചില്ലെങ്കിൽ അവന് ബ്രഹ്മഹത്യ, ഗോഹത്യ അങ്ങനെയുള്ള പാപങ്ങളൊക്കെ വരും. യോഹി കശ്ചിത് ദ്വിജം ഹന്യാത് കാംചലോകസ്യ മാതരം ശരണാഗതം ജയോ ഹന്യാതുല്യം തേഷാം ചപാതകം. ബ്രാഹ്മണനെ കൊല്ലുന്നതും ലോകമാതാവായ പശുവിനെ വധിക്കുന്നതും ശരണാഗതനെ രക്ഷിക്കാത്തവനും ഉള്ള പാപം ഒരുപോലെയാണ്. അതുകൊണ്ട് അവന് വേണ്ട സഹായം ചെയ്ത് സന്തോഷിപ്പിക്കുക. എന്നാൽ അങ്ങേക്ക് മോക്ഷപ്രാപ്തിക്കുള്ള വഴി ലഭിക്കും. എന്താ പറയുന്നത്? ബ്രാഹ്മണനെ കൊല്ലുന്നവനും ലോകമാതാവായ പശുവിനെ കൊല്ലുന്നവനും ശരണാഗതനെ രക്ഷിക്കാത്തവനുമുള്ള പാപം ഒരേപോലെയാണ്. അതുകൊണ്ട് അവന് വേണ്ട സഹായം ചെയ്ത് അങ്ങ് സന്തോഷിപ്പിക്കൂ. എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷത്തിലേക്കുള്ള വഴിയാണ് നമുക്ക് തുറന്നു കിട്ടുക എന്ന് പറഞ്ഞു ഈ പെൺപക്ഷി. യസ്തു ധർമ്മം യഥാശക്തി ഗൃഹസ്ഥോ ഹിന്യുവർത്തതേ സപ്രേദ്യാലപതേ ലോകാനക്ഷയാനിധി ശുശ്രുമ. ഏതൊരു ഗൃഹസ്ഥനാണോ, കുടുംബത്തിൽ ജീവിക്കുന്നവനാണോ യഥാശക്തി ധർമ്മം അനുസരിക്കുന്നത്, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അവൻ മരിച്ചാൽ അക്ഷയ ലോകങ്ങളെ പ്രാപിക്കുന്ന പറയുന്നത്. അതായത് ക്ഷയിക്കാത്ത ലോകങ്ങൾ, നശിക്കാത്ത ലോകങ്ങളിൽ പോകുന്ന പറയുന്നത്. സ്വന്തം ശരീരത്തോടുള്ള ആ ഒരു ഇഷ്ടം ഉപേക്ഷിച്ചിട്ട് ഈ അതിഥിയെ, നമ്മളുടെ അടുത്ത് അഭയം വന്നിരിക്കുന്ന ഈ അതിഥിയെ സംതൃപ്തനാക്കൂ. ധർമ്മം യഥാശക്തി, ധർമ്മം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ധർമ്മം അനുസരിക്കൂ. ഇതൊക്കെ ഈ വേടന്റെ കൂട്ടിൽ കിടക്കുന്ന പെൺപക്ഷി ആൺപക്ഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കൂട്ടിൽ കിടന്ന് പറയുന്ന ഭാര്യയുടെ വാക്ക് കേട്ട് ആൺപക്ഷി താഴേക്ക് നോക്കിയപ്പോ അവിടെ പക്ഷികളെ പിടിക്കുന്ന ആ വേടനെ കണ്ടു. ആൺപക്ഷി മരത്തിന്റെ മുകളിലാ. താഴേക്ക് നോക്കിയപ്പോ ആ താഴെ കുറെ പക്ഷികളെ പിടിക്കുന്ന ഒരു വേടൻ കിടന്നുറങ്ങുന്നു. ഉടനെ അടുത്തു വന്ന് പറഞ്ഞു, അല്ലയോ അതിഥേ, ഞാൻ ഈ മരത്തിൽ താമസിക്കുന്ന ഒരു പക്ഷിയാണ്. അതിഥികളെ സന്തോഷിപ്പിക്കേണ്ടത് എന്റെ ധർമ്മമാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങേക്ക് എന്താ ആവശ്യം? ഒരു സംശയമില്ലാതെ പറയൂ, ഞാൻ അങ്ങയെ സന്തോഷിപ്പിക്കാം. ആര് പറഞ്ഞു? ഈ ആൺപക്ഷി പറഞ്ഞു. പക്ഷിയുടെ വാക്ക് കേട്ടിട്ട് ആ ലുബ്ധൻ എന്നെ പറയണം, അയാൾ പറയാണ്, ഹലയോ പക്ഷി, എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. ഈ ഒരു തണുപ്പിനെ ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ? പക്ഷി അത് കേട്ട് ചിറക് കൊണ്ട് കുറെ ഇലകൾ അടിച്ചു കൂട്ടി. ആ പക്ഷി എന്ത് ചെയ്ത്? ആ പക്ഷിയുടെ ചിറക് വെച്ചിട്ട് കുറെ കരിയിലകളൊക്കെ അടിച്ചടിച്ചു കൂട്ടി. അടുത്തുള്ള കൊല്ലന്റെ ആലയിൽ പോയിട്ട് പക്ഷി തീ കൊണ്ടുവന്ന് കത്തിച്ചു. അതിഥിയോട് അതിന്റെ അടുത്തിരുന്നിട്ട് തണുപ്പ് മാറ്റിക്കോളാൻ പറഞ്ഞു വേടനോട്. സന്തോഷം തോന്നിയ വേടൻ പറഞ്ഞു, അല്ലയോ പക്ഷി, എനിക്ക് വല്ലാതെ വിശക്കുന്നു. വല്ലതും തിന്നാൻ കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ പക്ഷി പറഞ്ഞു, അങ്ങയുടെ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും തരുവാൻ ഞങ്ങളൊന്നും ശേഖരിച്ചു വെക്കാറില്ല. ഞങ്ങൾ അന്നേക്കുള്ള ഇര തേടി ജീവിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും അങ്ങയെ തൃപ്തിപ്പെടുത്താൻ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ പക്ഷി എന്ത് ചെയ്ത് കത്തുന്ന തീയെ 3 വട്ടം അങ്ങ് പ്രദക്ഷിണം വെച്ചു. തീയിലേക്ക് അങ്ങ് എടുത്തു ചാടി. തന്റെ മാംസം കൊണ്ട് വേടന്റെ വിശപ്പ് മാറട്ടെ എന്നായിരുന്നു പക്ഷി ചിന്തിച്ചത്. അതിനാണ് ഒരു സംശയവും ഇല്ലാതെ പക്ഷി ആത്മഹത്യ ചെയ്തത്. ആ വേടന്റെ മനസ്സിൽ അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി പക്ഷി ചെയ്തത്. ക്രൂര മനസ്സുള്ളവനാണെങ്കിലും ഈ സംഭവം ആ വേടന്റെ മനസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി. ആ വേടൻ കരയാൻ തുടങ്ങി. അയ്യോ, ഞാൻ എന്തൊരു പാപമാണ് ചെയ്തത്. ഈ നിഷ്കളങ്കനും നിരപരാധിയുമായ പക്ഷിയുടെ മരണത്തിന് ഞാൻ കാരണമായല്ലോ. എന്താ ചെയ്യാം? ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഇങ്ങനെ ധർമ്മബുദ്ധിയുള്ള പക്ഷികളെ ആണല്ലോ ഞാൻ കൊല്ലുന്നത്. ഈ മഹാപാപങ്ങളുടെ ഫലമൊക്കെ ഞാൻ എങ്ങനെയാ അനുഭവിക്കേണ്ടി വരിക? അയ്യോ, ഞാൻ ഇനി ഒരു കൊലപാതകിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ എത്രയോ മേലെയാണ് ഈ പക്ഷി. അവൻ തൻ്റെ ദേഹം ഉപേക്ഷിച്ച് എന്നെ സൽക്കരിച്ചു. ഈ മഹാശയനായിരിക്കുന്ന ഈ പക്ഷി ആത്മഹത്യ ചെയ്ത് എനിക്ക് നൽകിയ ഉപദേശം ഞാൻ സ്വീകരിക്കുന്നു.
ഹോ, എന്തൊരു ത്യാഗമാണ് ഈ പക്ഷി ചെയ്തത്. ഇനിമേലിൽ ഞാൻ ഹിംസ ചെയ്യില്ല, തപസ്സുകൊണ്ട് ഞാൻ ആത്മശുദ്ധി സ്വീകരിക്കും. ത്യാഗം തന്നെയാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു? ആ പെൺപക്ഷിയെ തുറന്നുവിട്ട് കൂടും വടിയും എല്ലാം ഉപേക്ഷിച്ച് അയാൾ തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോയി. സ്വതന്ത്രനായെങ്കിലും ഭർത്താവ് പോയ വിഷമത്തോടെ വിധവയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പെൺപക്ഷി ഭർത്താവ് ചാടിയ അതേ തീയിൽ ചാടി ശരീരം ഉപേക്ഷിച്ചു. ഉടനെ ചിത്രാംഗതങ്ങൾ ധരിച്ച് സർവാഭരണഭൂഷിതനായിരിക്കുന്ന തൻ്റെ ഭർത്താവ് മനോഹരമായിരിക്കുന്ന പട്ടുവസ്ത്രങ്ങളും ദിവ്യമാല്യങ്ങളും ധരിച്ച് ദേവപൂജിതനായി വിമാനത്തിൽ കയറി സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടു. താനും ആ കബോധത്തെ അനുഗമിച്ചു. രണ്ടുപേരും ദേവന്മാരാൽ സ്വർഗത്തിലെത്തി സുഖമായി ജീവിച്ചു. ആ ദമ്പതികൾ ദേവന്മാർ പൂജിക്കുന്ന സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടപ്പം വേടനും സന്തോഷമായി. തനിക്കും തപസ്സുകൊണ്ട് ആ ഒരു ഗതി നേടണമെന്ന് ആഗ്രഹിച്ച് ഭക്ഷണമെല്ലാം വെടിഞ്ഞ് നിയന്ത്രിക്കുന്ന മനസ്സോടുകൂടി കാട്ടിൽ അലഞ്ഞു നടന്നു. ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈശ്വരനിൽ തന്നെ മനസ്സുറപ്പിച്ച് അവധൂതനായി നടക്കുന്ന അവൻ ഒരു ദിവസം കാട്ടുതീയിന്റെ നടുവിലേക്ക് ചാടി ദേഹം ഉപേക്ഷിച്ചു. പാപമെല്ലാം നശിച്ച ആ വേടൻ പരമമായ സിദ്ധിയെ പ്രാപിച്ചു. ഇങ്ങനെ അതിഥി സൽക്കാരത്തിന് വേണ്ടി ദേഹം ഉപേക്ഷിച്ച പക്ഷികളുടെയും പതിവ്രതയായ പക്ഷിയുടെയും പുണ്യകർമ്മത്താൽ ജീവിതം മാറിയ വേടനും അങ്ങനെ 3 പേരും സ്വർഗത്തിലെത്തി. അവരുടെ കഥ കേൾക്കുന്നത് തന്നെ പാപനാശകവും പരമസിദ്ധിപ്രദവുമാണെന്നാണ് ശ്രീ മഹാഭാരതത്തിൽ പറയുന്നത്. പാപനാശകമാണ്, സർവസിദ്ധിപ്രദായകമാണ് ഈ കഥ കേൾക്കുന്നത്. ഇനി ഇന്ദ്രോദ ജനമേജയന്മാരുടെ കഥ അടുത്തത്. ഭീഷ്മര് ശരണാഗതം കൊണ്ട് സ്വർഗപ്രാപ്തി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, പിതാമഹ, കരുതിക്കൂട്ടിയല്ലാതെ പാപം ചെയ്യുകയാണെങ്കിൽ അറിയാതെ ചെയ്യുന്ന ആ പാപത്തിൽ നിന്ന് എങ്ങനെ രക്ഷ കിട്ടും? നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യുന്നില്ല പിതാമഹ, അറിയാതെ സംഭവിക്കുന്ന ഒരു പാപത്തിൽ നിന്ന് എങ്ങനെയാ രക്ഷ കിട്ടുക എന്ന് ചോദിച്ചു. ഭീഷ്മർ അതിന് ഉത്തരമായിട്ട് ജനമേജയന്റെയും ഇന്ദ്രോദന്റെയും കഥയാണ് പറഞ്ഞു കൊടുത്തത്. പരീക്ഷിത്തിന്റെ മകനായിരിക്കുന്ന ജനമേജയൻ ഒരിക്കൽ അറിയാതെ ഒരു ബ്രഹ്മഹത്യാ പാപം ചെയ്തു പോയി. പരീക്ഷിത്തിന്റെ മകനായിരിക്കുന്ന ജനമേജയൻ അറിയാതെ ഒരു ബ്രഹ്മഹത്യാ പാപം ചെയ്തു പോയി. അതുകൊണ്ട് അദ്ദേഹത്തെ ബ്രാഹ്മണന്മാരെല്ലാം ഉപേക്ഷിച്ചു. നാട്ടുകാരും അദ്ദേഹത്തെ മൈൻഡാക്കാതെയായി. അദ്ദേഹം പാപപരിഹാരത്തിനായിട്ട് നാട് വിട്ട് കാട്ടിലേക്ക് പോയി. അവിടെ അറിയാതെ ചെയ്ത ബ്രഹ്മഹത്യാ പാപത്തിന് പരിഹാരം എന്താണെന്ന് പല ബ്രാഹ്മണന്മാരോടും ചോദിച്ചു. എല്ലാവരും അദ്ദേഹത്തെ അധിക്ഷേപിച്ച് പറഞ്ഞു വിട്ടു. അവസാനം അദ്ദേഹം ഇന്ദ്രോദൻ എന്ന് പറയുന്ന ശൗനകമുനിയെ സമീപിച്ച് വിനയത്തോടുകൂടി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് പാപപരിഹാരത്തിനുള്ള വഴി പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ആദ്യം അദ്ദേഹം ജനമേജയനെ അധിക്ഷേപിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർത്ഥതയും പാപപരിഹാരം ചെയ്യണം എന്നുള്ള ആ ആഗ്രഹമൊക്കെ കണ്ടപ്പം നമ്മുടെ ശൗനകമുനി പറഞ്ഞു, അറിയാതെ ഒരു പാപം ചെയ്തെങ്കിലും അറിഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് അതിന് പരിഹാരമായിട്ട് പുണ്യകർമ്മം ചെയ്താൽ അവന്റെ പാപം പോയിട്ട് ശുദ്ധനായി തീരും. അറിയാതെ ഒരു പാപം ചെയ്താൽ അറിഞ്ഞുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് പാപപരിഹാരം ചെയ്ത് പുണ്യകർമ്മം ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ശുദ്ധനായി തീരുന്നു പറഞ്ഞു. അതിന് ചെയ്യേണ്ട പല പുണ്യകർമ്മങ്ങളും നമ്മുടെ ശൗനകമുനി പറഞ്ഞു കൊടുത്തു. അതെല്ലാം യഥാവിധി ചെയ്ത് അവസാനം ശൗനക മഹർഷി അദ്ദേഹത്തെ അശ്വമേധയാഗം ചെയ്യിപ്പിച്ചു ജനമേജയ മഹാരാജാവിന്. അങ്ങനെ രാജാവ് ദുരിതങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്ന് പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിച്ച് പൗരന്മാർക്കും ബ്രാഹ്മണന്മാരൊക്കെ അദ്ദേഹത്തെ പൂജിച്ച് ആദരിച്ച് ബഹുമാനിച്ച് അദ്ദേഹം ജീവിച്ചു. അപ്പൊ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് അറിയാതെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിടരുത്. അറിഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പരിഹാരം ചെയ്യണം. ഇനി ഗൃദ്ധോ ഗോമായു സംവാദമാണ്. മരിച്ചവൻ ജീവിക്കുന്നു.
പിന്നെ യുധിഷ്ഠിരൻ ചോദിച്ചത്, മരിച്ചവൻ വീണ്ടും ജീവിച്ചു വരുമോ? അങ്ങനെ വല്ലതും അനുഭവം ഉണ്ടോ അങ്ങേക്ക്? അതിനെക്കുറിച്ച് വല്ലതും പറയും, അങ്ങനെ വല്ല അറിവുണ്ടോ? അതിന് ഭീഷ്മര് നൈമിഷത്തിൽ വെച്ച് കഴുകനും കുറുക്കനും തമ്മിലുണ്ടായ ഒരു സംഭാഷണം, മരിച്ച ബ്രാഹ്മണമാലൻ ജീവിച്ച കഥയുമാണ് പറഞ്ഞു കൊടുത്തത്. പണ്ട് ഒരു ബ്രാഹ്മണന് വളരെ വളരെ പുണ്യകർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു മകൻ ജനിച്ചു. പണ്ടൊരു ബ്രാഹ്മണന് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തപ്പോൾ ഒരു മകൻ ജനിച്ചു. വളരെ വാത്സല്യത്തോടു കൂടി ബ്രാഹ്മണ ദമ്പതികൾ വളർത്തിയ ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അവന്റെ അച്ഛനും അമ്മയും വളരെ വാത്സല്യത്തോടെ അവനെ വളർത്തി. പക്ഷെ അവൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. വിഷമിച്ച് അവരെന്ത് ചെയ്ത് കുട്ടിയുടെ ശവം എടുത്തുകൊണ്ട് ശ്മശാനത്തിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി. ഇങ്ങനെ നിലവിളിക്കുന്നത് കേട്ടുകൊണ്ട് അവിടെ ഒരു കഴുകൻ വന്നു. ആ കഴുകൻ അവരെ അങ്ങ് ഉപദേശിച്ചു. ആ കഴുകൻ അവരെ അങ്ങ് ഉപദേശിച്ചു, നിങ്ങളുടെ ഏക മകൻ മരിച്ചു. നിങ്ങൾ ഇങ്ങനെ കരയുന്നത് കൊണ്ട് ഇനി ഒരു കാര്യമില്ല, അവൻ തിരിച്ചു വരൂല. ഭൂമിയിൽ ജനിക്കുന്നവരെല്ലാവരും മരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ശവശരീരം ഇവയോട് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകൂ. ദുഃഖവും സുഖവും ഒക്കെ മാറി മാറി വരും ജീവിതത്തില്, അതിൽ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. കഴുകൻ പറഞ്ഞത് കേട്ട് വളരെ വിഷമത്തോടെ സ്വന്തം മകന്റെ ശരീരം ഉപേക്ഷിച്ച് അവർ പോകാൻ തുടങ്ങിയപ്പോ ഒരു കുറുക്കൻ അവിടെ വന്നു. എന്നിട്ട് കുറുക്കൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഒരു ദയോ ഇല്ലാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട മകനെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത്? നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങൾ പേടിക്കണ്ട, സൂര്യൻ അസ്തമിക്കാൻ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. എങ്ങനെ ഉറപ്പിക്കാം? ക്ഷമിച്ചു നിൽക്ക്. പശുപക്ഷ്യാദികൾക്ക് മക്കളോടുള്ള വാത്സല്യം പോലും നിങ്ങൾ നിങ്ങളുടെ മകനോട് കാണിക്കുന്നില്ലല്ലോ. പശുക്കൾക്കും മൃഗങ്ങൾക്കും പോലും അതിന്റെ മക്കളോടുള്ള വാത്സല്യം നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. നിങ്ങൾ നല്ലതുപോലെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്പോ ഈ ഓമന ബാലനെ നിങ്ങൾ വിട്ടിട്ട് പോവരുത്. കുറുക്കൻ ദുഃഖം അഭിനയിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ കേട്ട് പോകാൻ പുറപ്പെടുന്ന കുറുക്കന് ദുഃഖം അഭിനയിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് പോകാൻ തുടങ്ങിയ ബ്രാഹ്മണനും കൂട്ടുകാരും അവിടെ അങ്ങിരുന്നു. അത് കണ്ട് കഴുകൻ പറഞ്ഞു, ബുദ്ധികെട്ട മനുഷ്യന്മാരെ, ആ കുറുക്കൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ വീണ്ടും ഇവിടെ ഇരിക്കുന്നോ? മരിച്ചവരൊരിക്കലും ജീവിക്കില്ല. ഈ കുട്ടി അവന്റെ കർമ്മം തീർത്ത് ലോകം വിട്ടു പോയിരിക്കുകയാണ്. നിങ്ങൾ ഇവനെ ആലോചിച്ച് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ ഇവനെ ഉപേക്ഷിച്ച് വേഗം പൊയ്ക്കോ. ഇങ്ങനെ പലതും പറഞ്ഞ് കഴുകൻ അവരെ പോകാൻ വേണ്ടി ഇങ്ങനെ പ്രേരിപ്പിച്ചു. അപ്പൊ കുറുക്കൻ വന്ന് പറഞ്ഞു, സ്നേഹം എന്തെന്നറിയാത്ത ഈ കഴുകൻ പറയുന്നത് കേൾക്കുന്നല്ലോ നിങ്ങൾ. കഷ്ടം കഷ്ടം. മകനോടുള്ള സ്നേഹം വിട്ട് നിങ്ങൾ പോകുന്നത് ശരിയല്ല. കാര്യസിദ്ധി ഭഗവാന്റെ കയ്യിലാണ്, അല്ലാതെ കഴുകന്റെ കയ്യിലല്ല. നാം കഴിയുന്നതും പരിശ്രമിക്കണം. നമ്മളെ കൊണ്ടാവും പോലെ നമ്മൾ പരിശ്രമിക്കണം. നിങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഇവനെയാണോ നിങ്ങൾ വിട്ടിട്ട് പോണത്? സൂര്യൻ ഇനിയും അസ്തമിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഈ പേടിക്കുന്നത് എന്നും മറ്റും പറഞ്ഞ് കുറുക്കൻ ഇരുട്ടാകുന്നത് വരെ അവരെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അത് കണ്ട് കഴുകൻ പറഞ്ഞു, അല്ലയോ മനുഷ്യന്മാരെ, ചത്തവർ മരിച്ചവരെ തിരിച്ചു വന്നതായിട്ട് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ജനിച്ചിട്ട് 1000 വർഷമായി, ഇതുവരെ മരിച്ചവർ ജീവിച്ചെന്ന് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ഇരുട്ടായാൽ ഈ ആരും ഇല്ലാത്ത ഈ കാട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്ന് വിഷമിക്കേണ്ടി വരും. ചത്ത് വിറങ്ങലിച്ച ഈ കുട്ടി ജീവിക്കുന്നുള്ള ആ ഒരു ആഗ്രഹമൊക്കെ നിങ്ങൾ വിട്ടേക്കൂ. ഈ കുറുക്കൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഇവിടെ നിൽക്കല്ലേ, നിങ്ങൾ മടങ്ങിപ്പോകൂ. ഇങ്ങനെ കുറുക്കനും കഴുകനും എന്ത് ചെയ്ത് മാറി 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 യുക്തിക്ക് യുക്തിയായി സംസാരിക്കാൻ തുടങ്ങി. ഇവരാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുക. 2 പേരും കാര്യം നേടാൻ പറയുന്നതാണെന്ന് ഇവരൊട്ട് അറിയുന്നുമില്ല. ഇങ്ങനെ 2 പേരും വിഷമിച്ചു നിൽക്കുമ്പോൾ പാർവതിയുടെ ആവശ്യമനുസരിച്ച് ശ്രീ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രാഹ്മണ ദമ്പതികളുടെ പ്രാർത്ഥന അനുസരിച്ച് കുട്ടികൾക്ക് ജീവൻ നൽകി അനുഗ്രഹിച്ചു. കരുണാവാരിധിയായ ഭഗവാൻ കഴുകനും കുറുക്കനും വിശപ്പ് മാറ്റുവാനുള്ള വരവും നൽകി. ഇങ്ങനെ ഈശ്വരപ്രസാദം കൊണ്ട് മരിച്ചവരും ജീവിച്ചു വരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 10:55 5 മിനിറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ലോഭവും ദമവും. പിന്നെ യുധിഷ്ഠിരൻ ചോദിച്ചത്, പാപം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? പാപത്തിന് അടിസ്ഥാനം അല്ലെങ്കിൽ അധിഷ്ഠാനം എന്താണുള്ളത്? അതിന് ഭീഷ്മര് പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, പാപത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ലോഭത്തിൽ നിന്നാണ്, ആഗ്രഹത്തിൽ നിന്നാണ്. ലോഭം, ആഗ്രഹം എല്ലാ യോഗ്യതകളെയും എല്ലാ നന്മകളെയും നശിപ്പിക്കും. ആഗ്രഹത്തിൽ നിന്ന് കാമക്രോധ മോഹങ്ങളെല്ലാം ഉണ്ടാവും.
അതിനടിമപ്പെട്ട മനുഷ്യൻ ക്രമേണ നശിച്ചു പോവും. ഈ ആഗ്രഹങ്ങളെയും മോഹത്തെയും ജയിക്കുന്നവനാണ് ജീവാത്മാവ്. അങ്ങനെയുള്ള സദാചാര തൽപരന്മാരെയാണ് ശിഷ്ടന്മാരെന്ന് പറയുന്നത്. ആപത്തിൽ പോലും പേടിക്കരുത്. പ്രിയങ്ങളും അപ്രിയങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. സത്യധർമ്മങ്ങളെയെല്ലാം നമ്മൾ പരിപാലിക്കണം. അവർ ദാനം കൊടുക്കുന്നവരാണ്. പരോൽപകാര തൽപരന്മാരും ദയാലുക്കളുമായിരിക്കും നല്ല ജീവാത്മാക്കൾ. ശിഷ്ടന്മാരെന്നാണ് അവരെ പറയുക. നിരഹങ്കാരികളായിരിക്കും അവർ. അഹങ്കാരം ഉണ്ടാവില്ല. നിർമ്മലമായ അവരുടെ ഹൃദയത്തെ പാപം തീണ്ടില്ല. ഇങ്ങനെ അജ്ഞാനത്തിന്റെ ഫലമാണ്, അറിവില്ലായ്മയുടെ ഫലമാണ് അഹങ്കാരം. അഹങ്കാരം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് പാപം ചെയ്യുന്നവര് ശിഷ്ടന്മാരിൽ ഈ ലോകത്തിൽ ആർക്കും വേണ്ടാത്തവരാകുന്നു. അവർ അറിയാതെ ആപത്തിലെല്ലാം ചെന്ന് ചാടും. അതുകൊണ്ട് തീർച്ചയായിട്ടും രാധാ മാതാജി, അതുകൊണ്ട് അറിവില്ലായ്മയും ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയണം. അറിവിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഭഗവാൻ അനുഗ്രഹം നൽകുന്നത്. ദമം തന്നെയാണ് നിശ്രേയസം എന്ന് ആപത്തന്മാർ പറയുന്നുണ്ട്. ബ്രാഹ്മണന് ക്ഷമ, ദയ, കരുണ ഇതൊക്കെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ ഒരു വികാരങ്ങളുള്ള വ്യക്തികൾ ആരായാലും ഈ ലോകത്തും പരലോകത്തും സുഖമായി ജീവിക്കും. ഈ വികാരങ്ങളൊന്നും ശീലിക്കാത്തവർ ദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കും അടിമപ്പെട്ടു പോകും. അതുകൊണ്ട് ക്ഷമിക്കുന്നവനെ ശക്തിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് ജനങ്ങൾ അധിക്ഷേപിക്കും. എങ്കിലും ആ ഒരു ദോഷത്തിന് അനേകം ഗുണങ്ങളുണ്ട്. ആ കഴിവില്ലായ്മ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ആ കഴിവില്ലായ്മയ്ക്ക്, ക്ഷമ എന്ന കഴിവില്ലായ്മയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ക്ഷമയുള്ളവൻ തപസ് ചെയ്താൽ കാട്ടിൽ പോണ്ട കാര്യമില്ല. ക്ഷമയില്ലാത്തവൻ കാട്ടിൽ പോയിട്ടും കാര്യമില്ല. ക്ഷമയുള്ളവൻ താമസിക്കുന്ന സ്ഥലം തന്നെ തപോവനമാണ്. ലോഭത്തെയും അജ്ഞാനത്തെയും നശിപ്പിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയെല്ലാം അടക്കി ക്ഷമ പരിശീലിക്കുന്നവന് വേറെ ഒരു തപസ്സും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. സത്യം ധർമ്മസ്തപോ യോഗ സത്യം ബ്രഹ്മസനാതനം സത്യം യജ്ഞ പരപ്രോക്ത സർവം സത്യേ പ്രതിഷ്ഠിതം. എന്താ പറയുന്നത്? നാളെ പറഞ്ഞുതരാം. ഓക്കെ, ഒരു മിനിറ്റേ ഉള്ളൂ, ബാക്കി നാളെ എടുക്കാം. സത്യത്തിന്റെ മഹത്വം എന്താന്നുള്ളത് നാളെ പറഞ്ഞുതരാം. ഓക്കെ, ഹരേ കൃഷ്ണ. അന്ന് ലേറ്റായി തുടങ്ങിയോണ്ടാണ് 11 മണി വരെ എടുത്തത്. സർപ്രൈസ് ഒന്നും ഇപ്പൊ പറയില്ല. അപ്പം 11 മണിയായി, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം. പോയി സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങാം. താങ്ക് യു ജയന്തി മാതാജി. സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാം. നല്ല കഥകളൊക്കെ കേട്ടില്ലേ? ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നരസിംഹ ജയന്തി ദിനാശംസകൾ ഇൻ അഡ്വാൻസ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും.